Good morning. Morning, ma'am. Morning, ma'am. Morning, ma'am. Good morning, Morning. ma'am. Good morning. Good morning, Good ma'am. morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning. Good morning. Good morning. Good Good morning. morning, ma'am. Good morning. Good morning. Good morning. Good morning.
Good morning, ma'am. Hi, good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Good morning. Good morning. Good morning, ma'am. Okay. Are you ready? Yes. Yes, ma'am. Yes, Yes, ma'am. yes, ma'am. Yes, Yes, ready. Yes. First of all, pardon me. കാരണം കുറച്ച് ലേറ്റ് ആയി ഓൾറെഡി നമ്മള് എന്താ പറയാ ഓപ്പൺ ക്യാമറ വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അതെന്തോ പ്രശ്നം പറ്റി. അപ്പൊ അടുത്ത സിസ്റ്റത്തിലേക്ക് ഒന്ന് മാറാനാണ് സമയം ഒന്ന് വൈകിയത് കേട്ടോ. ക്ഷമിക്കണം. മാം ക്ലിയർ ആകുന്നില്ല. മാം പറഞ്ഞത് ഇടയ്ക്ക് ആരോ അൺമ്യൂട്ട് ചെയ്തിട്ട് അനുശ്രീയോ അതാണ്ട് അൺമ്യൂട്ടായി കിടക്കും. Clear ആയില്ല, ma'am. യെസ്, ഇനി ക്ലിയർ ആയിക്കോളും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു സോറി പറഞ്ഞതാണ്. ബിക്കോസ് കുറച്ച് ലേറ്റ് ആയിട്ട് ഒരു കുറച്ച് മിനിറ്റുകൾ ഓൾറെഡി നമ്മൾ വേറെ സിസ്റ്റത്തില് അറേഞ്ച് ചെയ്തിരുന്നതാ. ക്യാമറ ഓൺ ആക്കിയപ്പോ പെട്ടെന്ന് അത് എന്താ പറയാ ക്യാമറ ഓഫ് ആയി പോയി. പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്തപ്പോഴൊന്നും ശരിയാകുന്നില്ല. അപ്പൊ ഒരു അടുത്ത സിസ്റ്റത്തിലേക്ക് ഒന്ന് മാറാൻ കുറച്ച് സമയം എടുത്തു. അതുകൊണ്ട് ഞാനൊരു സോറി പറഞ്ഞതാ ഫസ്റ്റ് തന്നെ. ഞാൻ ഈസ് ഇറ്റ് ക്ലിയർ? സൗണ്ട് ഒക്കെ ക്ലിയർ ആണോ ഇപ്പോ? സൗണ്ട് ക്ലിയർ ആയോ? യെസ്, യുവർ റിയാക്ഷൻസ് ത്രൂ യുവർ തമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും കമന്റുകളായിട്ട് രേഖപ്പെടുത്താം. ബിക്കോസ് ഐ ഹാവ് ഗിവൺ യു. ഞാനിവിടെ മൊത്തത്തിൽ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തു. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയോ, ഇവിടെ ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ അവര് കേറിയ വിതിൻ ആ സെക്കൻഡിൽ തന്നെ ചിലപ്പോൾ അവര് മ്യൂട്ട് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ അതിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അപ്പൊ ആ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ഓൺ മ്യൂട്ട് കൊടുത്തതാണ്. നമ്മളിപ്പോ നിങ്ങൾക്കറിയാം തുടക്കം ഫസ്റ്റ് ഒരു ക്ലാസ് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ അബൌട്ട് വാട്ട് ഈസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ്, അതുപോലെ തന്നെ ഈ പറയുന്ന കോഴ്സ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഈ കോഴ്സ് ഇവിടെ നമ്മൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരുപാട് ഡൗട്ട്സുമായിട്ടായിരിക്കും യു പീപ്പിൾ ആർ ജോയിൻ ഹിയർ അല്ലെ. നമ്മളെല്ലാവരും അതിനു വേണ്ടിയിട്ട് ഈഗർലി വെയിറ്റിംഗ് ആണ്. You may have many doubts regarding the course and also how we are going to give you your lessons or how we are going to give your coachings. എങ്ങനെയാണ് ഞങ്ങൾ അതിന്റെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്, അതിന്റെ എക്സാംസ് എങ്ങനെയാണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്കുണ്ടായിരിക്കും. ആൻഡ് ഐ എം ഗോയിങ് ടു ട്രൈ ടു ക്ലിയർ ഓൾ യുവർ ഡൗട്ട്സ് ത്രൂ ദിസ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലൂടെ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. Many of your doubts may be cleared after this class. So, first of all, you have to attend the class, and after that, if you have any doubts, you can ask me after the class. ഇത് നമ്മളുടെ ഈ ക്ലാസ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സംശയങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ ഉപരി എന്താണോ നിങ്ങൾക്ക് ഉണ്ടാകാൻ ഇടയുള്ള സംശയങ്ങള്, എന്താ പറയാ കൺഫ്യൂഷൻസ്, അതിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ മനസ്സിൽ. അപ്പൊ അതൊക്കെ നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഈ ക്ലാസ്സിനകത്തുകൂടി പറഞ്ഞു പോയിട്ടുണ്ടാകും. അപ്പൊ പറഞ്ഞു പോകുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതെല്ലാം ക്ലാസ് മുഴുവനും കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളോ ഡൗട്ട്സ് പിന്നീടുണ്ടെങ്കിൽ അതിനുശേഷം ലാസ്റ്റ് സമയത്ത് നിങ്ങളൊന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത് 2 സെഷൻസ് ആണ്. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ ഈ വാട്ട് ഈസ് ദിസ് കോഴ്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് എന്താണെന്നും അത് നമ്മൾ എങ്ങനെ ഏത് രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നു, ഹൗ ദ എക്സാംസ് വിൽ ബി കണ്ടക്ടഡ്, ആഫ്റ്റർ ഓൾ അതെല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ 2 സെഷൻസ് ആയിട്ടാണ് നമ്മളിവിടെ
ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ ദാറ്റ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. മൈ നെയിം ഈസ് നിഷ. ഐ എം ഫ്രം എറണാകുളം ഡിസ്ട്രിക്ട്, നോർത്ത് പറവൂരിൽ നിന്നാണ് നമ്മുടെ ഈ ക്ലാസ്സുകൾ. നോർത്ത് പറവൂരാണ് ഈ കോഴ്സിന്റെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമല്ലോ അല്ലെ? നോർത്ത് പറവൂർ ഈ ഭാഗത്തൊക്കെ തന്നെയുള്ളവരാണ്. എന്റെ പേര് നിഷ എന്നാണ്. ഓക്കെ, എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള നോർത്ത് പറവൂരാണ്. അതായത് വേറെ ഒരു പറവൂരുണ്ട്, അത് പടയം ഡിസ്ട്രിക്റ്റിലെങ്ങാണ്ടുമാണ്. സൗത്ത് പറവൂരാണത്. അതെല്ലാം നിങ്ങൾ ഓർക്കുക. ഇതൊക്കെ നമ്മളുടെ നാടിനെ കുറിച്ചും ഒക്കെ ഒരുപാട് ആളുകൾക്ക് എന്താ പറയാ പരിചയം ഉണ്ടായിരിക്കും. ബിക്കോസ് ഫ്ലഡ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞ അല്ലെങ്കിൽ അറിയപ്പെട്ട ഒരു നാട്ടുകാരാണ്. ഓക്കെ, അതിനൊക്കെ ഞങ്ങൾ അതിജീവിച്ച് വന്നവരാണ്. സോ അതൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോ നമ്മള് ഈ ഒരു സ്ഥലത്തു നിന്നാണ്. നിങ്ങൾ എന്നെ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയാണ്. ഇനി പോകെ ക്ലാസ്സുകളിലും മറ്റുമൊക്കെ വീണ്ടും നമുക്ക് മീറ്റ് ചെയ്യാവുന്നതാണ്. സോ നൗ യു ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ or you are eagerly waiting to know about the hospital administration course, is it? അല്ലെ, നമ്മള് എന്താണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ആരൊക്കെയോ നമ്മൾ വിളിച്ചു, നമ്മള് എന്താ പറയാ പഠിക്കാനായിട്ട് അവരുടെ നിർബന്ധത്തിന് വഴിക്കോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴിക്കോ, അല്ലെങ്കിൽ യു മൈ ഹാവ് വാച്ച്ഡ് ഫ്രം അതർ അഡ്വർടൈസ്മെന്റ് അബൌട്ട് ദിസ് കോഴ്സ്. ഏതെങ്കിലും എന്താ പറയാ പരസ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ടും അതിന്റെ പോപ്പുലാരിറ്റിയെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു പല റീസൺസ് കൊണ്ട് ജോയിൻ ചെയ്തവരുണ്ട് ഇതിനകത്ത്. എല്ലാവരും ഒരേ റീസൺ കൊണ്ട് ജോയിൻ ചെയ്തവരല്ല. ഒരുപാട് പേർക്ക് ഈ കോഴ്സ് എന്താണെന്ന് തന്നെ അറിഞ്ഞിട്ട് ജോയിൻ ചെയ്തവരുണ്ട്. ആൻഡ് ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസും ഇതിന്റെ സാധ്യതകളൊക്കെ മനസ്സിലാക്കിയിട്ട് ജോയിൻ ചെയ്തവരുണ്ട് അല്ലെ? അപ്പോ ഇവർക്ക് എല്ലാവർക്കും അവരുടേതായ രീതിയിൽ പല ഡൗട്ട്സും ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ചുണ്ടാകും. അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ നിങ്ങളെ പരിചയപ്പെടുക എന്നുള്ളത് അത് അത്ര എളുപ്പം തീരുന്ന കാര്യമല്ല. ബിക്കോസ് now the strength on this live class is 122. 121 ആളുകളുണ്ട്. അത് അത്രയും നമ്മളെ ഈ കുട്ടികളൊക്കെ നമ്മൾ പരിചയപ്പെട്ട് വരുമ്പോഴേക്കും ഐ തിങ്ക് സമയം ഒത്തിരി തീരും. അപ്പൊ അത് നമ്മുടെ ഈ ഒരു ഇത്രയും സമയം നമുക്ക് തികയാതെ വരും. അതുകൊണ്ട് we are straightly entering to the introduction class. ഓക്കെ, അപ്പൊ എല്ലാവരും ഓക്കെ ആണോ? ഹാപ്പി ആണോ? ആദ്യം തന്നെ ദേഷ്യപ്പെട്ടൊക്കെ ഇരിക്കുന്നത് ആരെങ്കിലും? വീഡിയോസ് ക്യാമറാസ് ഓൺ അല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒന്നും മനസ്സിലാകുന്നില്ല. ഓക്കെ, എന്തൊക്കെയാണോ അവര് പറയാൻ പോണേ എന്നുള്ള ഒരു എന്താ പറയാ അങ്ങനെയൊന്നും വേണ്ട. നമ്മള് എന്ത് കോഴ്സ് പഠിച്ചാലും ബി ഹാപ്പി. എല്ലാം നമ്മൾക്ക് നല്ലതിനാണ്. ഒരു കാര്യം നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നത് എന്തിനാണ്? ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ തിങ്ക് ചെയ്യുക അല്ലെ? ഒരു കാര്യം നമ്മളൊരു പുതിയ അറിവ് നേടാൻ വേണ്ടി പഠിക്കുന്നത് ഒന്നും, ഒരു അറിവ് നേടുന്നതും ഒന്നും എന്താ പറയാ അതൊരു എന്താ പറയാ ഒരു വെറുതെ ചെയ്യുന്ന ഒരു കാര്യം. ഇറ്റ്സ് ആൻ അസറ്റ് ടു അവർസെൽസ്. നമുക്ക് തന്നെ ഒരു മുതൽക്കൂട്ടാണ്, ഒരു ആസ്തിയാണ്, ഒരു അസറ്റാണ് എന്ത് കാര്യം പഠിച്ചാലും അല്ലെ? അങ്ങനെ നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആകുക. എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം അല്ലെ? ഞാൻ ഇങ്ങനെ ഒരു കാര്യം പഠിച്ചു, നമ്മൾ 1ാം ക്ലാസ് പഠിച്ചു, LKG പഠിച്ചു, എന്തിനാ പഠിച്ചത്? നമ്മളുടെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, നമ്മുടെ പേഴ്സണൽ ഗ്രോത്തും നമ്മുടെ എഡ്യൂക്കേഷണൽ ഗ്രോത്തും ഇതൊക്കെ മുന്നിൽ കണ്ടോടെ നമ്മളിങ്ങനെ ഓരോ ക്ലാസ്സുകൾ പഠിച്ചു പോകുന്നത് അല്ലെ? അല്ലാതെ അത് നമുക്ക് നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോഴ്സിന്റെ അവിടെ വെച്ച് നിർത്തി എന്റെ എല്ലാ പഠിത്തവും കഴിഞ്ഞു, നമുക്ക് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ ഈ പഠിത്തമൊക്കെ കഴിഞ്ഞേക്കുക, എല്ലാ പഠിത്തവും കഴിഞ്ഞത്. എന്ത് പഠിത്തം? എന്ത് നമ്മളൊക്കെ ഈ എന്താ പറയാ ഈ എർത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോ നമ്മൾ അതിന്റെ ഒരു എത്ര ഫ്രാക്ഷൻ ഓഫ് ഒരു പാർട്ട് മാത്രമേ നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ളൂ അല്ലെ? നമുക്ക് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അറിവ് നേടുക എന്നുള്ളത് അത് എളുപ്പം സാധിക്കുന്ന കാര്യമാണ്. ഈച്ച് ആൻഡ് എവറി മിനിറ്റ് or each and every moment we are learning something. പുതിയ കാര്യങ്ങൾ നമ്മൾ ഓരോ നിമിഷവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഈ ഒരു കോഴ്സും അത് നിങ്ങൾക്ക് ഒരു എന്താ പറയാ ഒരു വലിയ അസറ്റ് ആയിട്ട് മാറും. And those who are seeking some opportunities in healthcare system can also choose this course. ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ നമുക്ക് ഈ ഒരു കോഴ്സ് അതിനു വേണ്ടിയിട്ട് ചൂസ് ചെയ്യാവുന്ന ഒന്നുകൂടിയാണ്. ഓക്കെ, അപ്പൊ അത് എന്താണെന്നൊക്കെ നമുക്ക് ഇവിടെ അറിയാം. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഒപ്പം ഞങ്ങളുണ്ട്. നിങ്ങൾ എന്തായാലും നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുകയാണ്. ഒരു പുതിയ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തിയിരിക്കുകയാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇത്രയധികം പോപ്പുലർ ആയി. ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ അതിന് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും. നമുക്കറിയാം ഇന്ന് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഭാഗമാകാനാണ് കൂടുതലും ആളുകൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വീടുകളിൽ എന്റെ കുട്ടികളുണ്ടെങ്കിൽ അവരെയൊക്കെ പഠിപ്പിച്ച് ഏതെങ്കിലും ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഭാഗമാകാം. ഒരിക്കലും ഈ ജോലിയൊന്നും നഷ്ടപ്പെടില്ല എന്ന് നമുക്ക് ഉറപ്പുവെക്കാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് ഏത് ഹെൽത്ത് കെയർ സിസ്റ്റം.
അല്ലെ? അപ്പൊ നമ്മളൊരു ആരോഗ്യ വകുപ്പിന്റെ അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഒരു ഭാഗമാകുക. അത് ഹോസ്പിറ്റൽസിൽ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം മെനി അതർ places or situations we can get a job. ഈ ഒരു കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് പല സ്ഥലങ്ങളിലും നമുക്ക് ജോലികൾ കിട്ടാനായിട്ട് സാധ്യതകളുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. എന്താണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ മീൻസ് ടു മാനേജ്, അല്ലെ? ടു മാനേജ്, ടു ഓവർസീ, ടു മേക്ക് ഷുവർ എന്തെങ്കിലും കാര്യങ്ങൾ മാനേജ് ചെയ്യുക, എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതൊക്കെ എന്താ പറയാ ഏതെങ്കിലും വസ്തുതയുടെ അടിസ്ഥാനത്തിൽ അതൊക്കെ ഉറപ്പുവരുത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു കോർഡിനേഷൻ, ഒരു മാനേജ്മെന്റ്, ഒരു കൺട്രോള്, ഒരു ഡിറക്ഷൻ ആൻഡ് ഓൾസോ ടു ട്രാക്ക് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പോകുന്നു എന്ന് നോക്കി മനസ്സിലാക്കി അതിന്റെ ഒപ്പം തന്നെ സഞ്ചരിക്കുക. ഇതെല്ലാമാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സ്കൂൾ മാനേജ്മെന്റ് ഉണ്ട്, എന്തെങ്കിലും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുമ്പോൾ അവിടെയും ഒരു മാനേജ്മെന്റ് ഉണ്ട്. എവറി ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏത് ഓർഗനൈസേഷൻ നമ്മൾ എടുത്താലും ഒരു മാനേജ്മെന്റ് ഉണ്ട്. In hospitals, there is a management in which the management schedule, coordination, directions, and also tracking the effect of medical services which is provided in a hospital. ഒരു ഹോസ്പിറ്റലില് എന്തൊക്കെ ആരോഗ്യപരമായിട്ടുള്ള സേവനങ്ങൾ നൽകപ്പെടുന്നുണ്ടോ അതിനെല്ലാം തന്നെ മാനേജ് ചെയ്യാം, അതൊക്കെ പ്രത്യേക രീതിയിൽ സ്കെഡ്യൂൾ ചെയ്യാം, അതിനെ ഏകോപിപ്പിക്കുക. ദാറ്റ് മീൻസ് ടു കോർഡിനേറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഇതൊക്കെ നടത്തിയാൽ മാത്രം പോരാ, അവരുടെ ഒപ്പം നിൽക്കണം, അവരുടെ ഒപ്പം ട്രാക്കിലൂടെ സഞ്ചരിക്കണം. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു വർക്ക് ആർക്കെങ്കിലും അലോട്ട് ചെയ്ത് കൊടുത്തിട്ട് അവരത് ചെയ്തോളും എന്ന് പറഞ്ഞ് പിന്നെ ആവശ്യത്തേക്ക് നോക്കാതിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഏത് ജോലി എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളുകളായാലും ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് നോക്കുമ്പോൾ വി വിൽ ഫീൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇടയ്ക്കൊന്ന് ഉഴപ്പും, അല്ലെ? ഉഴപ്പ് മനുഷ്യന്മാർക്ക് ഉള്ളതാണ്, ഉള്ളിലുള്ളതാണ്. നമ്മൾ ആരായാലും അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാരണം ഈ മോണോട്ടണി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഒരു മടുപ്പ്, ചില കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മടുപ്പ് തോന്നുമല്ലോ. അപ്പൊ ആ മടുപ്പ് നമ്മളെ ഉഴപ്പന്മാരാക്കും. അപ്പൊ ആ ഒരു ഉഴപ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ബട്ട് എന്നാൽ ഇതെല്ലാം എപ്പോഴും ഞങ്ങളുടെ പിന്നാലെ മാനേജ് ചെയ്ത് ഞങ്ങളെ കോർഡിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഞങ്ങളുടെ പിന്നാലെ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാലോ പെർഫെക്റ്റ്, നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. കാരണം നമ്മളെ അവര് മാനേജ് ചെയ്യുന്നുണ്ട്, അവർ നമ്മൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണോ എല്ലാ രീതിയിലും. മെഡിക്കൽ സർവീസസിൽ ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ആണ്. അപ്പൊ അവിടെയുള്ള വർക്കേഴ്സ് എല്ലാം തന്നെ ഇൻക്ലൂഡിങ് ദ ഹ്യൂമൻ റിസോഴ്സസ്, അതായത് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ഒത്തിരി മാൻ പവർ, ഒരുപാട് ആളുകൾ, സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന ഒരിടമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഹെൽത്ത് കെയർ സിസ്റ്റത്തില് ഇതെല്ലാം തന്നെ മാനേജ് ചെയ്ത് ഇവരെ എല്ലാം തന്നെ ഈ എംപ്ലോയീസിനെ ആയിക്കോട്ടെ ബാക്കി എല്ലാ കാര്യങ്ങളും എന്തൊക്കെ ഓപ്പറേഷൻസ് ആണോ ഫങ്ഷൻസ് ആണോ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്നത് ഇതിനെല്ലാം മാനേജ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് സ്കെഡ്യൂൾ ചെയ്തൊക്കെ പ്രോപ്പർ ഫങ്ഷനിങ്ങിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അപ്പൊ അത്രയും വലിയൊരു ഉത്തരവാദിത്വമാണ്. ഇപ്പൊ നോക്കുക, ഒരു ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. നമ്മൾ ഈ കോഴ്സിനകത്ത് ഏതൊക്കെയാണ് ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകൾ, വിവിധങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ദേ ഹാവ് ദെയർ ഓൺ റെസ്പോൺസിബിലിറ്റി. ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവരുടേതായ റെസ്പോൺസിബിലിറ്റി മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു കാർഡിയോളജിസ്റ്റ് എന്ന് പറയുന്ന കാർഡിയോളജി ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡോക്ടറാണെന്ന് വിചാരിക്കാം, ഒരു സ്പെഷ്യലിസ്റ്റ് ആണെന്ന് വിചാരിക്കാം. ഹി ഹാവ് ടു കൺട്രോൾ ഓർ മാനേജ് ഓൺലി ഹിസ് ഡിപ്പാർട്ട്മെന്റ്. ആളുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയാൽ മതി. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും അവരവരുടെ മാത്രം കാര്യം നോക്കിയത്. ബട്ട് ആസ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അതല്ല. മൊത്തത്തിൽ ആസ് എ ഹോൾ the healthcare system as a whole have to be managed by that particular group of persons. ആ ഒരു ഗ്രൂപ്പ് ആ ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസ് എല്ലാം പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ മൊത്തത്തിൽ ആ ഒരു എന്താ പറയാ മാനേജ്മെന്റ് ആണ് അവരുടെ ചുമതല, റെസ്പോൺസിബിലിറ്റി. അപ്പൊ ചില കാര്യമൊന്നുമല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു കർത്തവ്യം, ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ചെറുതൊന്നുമല്ല, ഒരു ബിഗ് റെസ്പോൺസിബിലിറ്റി ആണ് നമ്മളിലേക്ക് വരുന്നിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആകണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ്. സി ഇൻ ദിസ് നമുക്കറിയാം ഇന്ത്യ ഇസ് ദ ഫസ്റ്റ് ഓർ ദ എന്താ പറയാ ഫസ്റ്റ് പൊസിഷൻ അക്വയർ ചെയ്തിരിക്കുന്നതാണ് പോപ്പുലേഷൻ ബേസിസിൽ നോക്കുമ്പോൾ. ആസ് ദ ഫസ്റ്റ് പൊസിഷൻ ഓൺ ദ ബേസിസ് ഓഫ് പോപ്പുലേഷൻ. പോപ്പുലേഷനെ സംബന്ധിച്ച് ജനസംഖ്യാ കണക്കെടുപ്പ് പറയുന്നത് ഇതാണ്, നമ്മുടെ ഇന്ത്യക്കാണ് ഏറ്റവും പ്രഥമ സ്ഥാനം എന്ന്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഡേ ബൈ ഡേ ഇറ്റ് ഈസ് ഇൻക്രീസിംഗ്. ഒരു ദിവസം ചെല്ലുന്തോറും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഡ്യൂ ടു ദിസ് ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ, ഇന്ത്യയെ പോലെയുള്ള ഈ രാജ്യത്ത് ഇത്രയും അങ്ങോട്ട് പോപ്പുലേഷൻ വർദ്ധിക്കുന്നതിന്റെ ഒരു കാരണങ്ങൾക്ക് കൂടിയാണ് ഹെൽത്ത് കെയർ സിസ്റ്റം ഇത്ര കണ്ട് എന്താ പറയാ ഒരുപാട് മാനേജ്മെന്റ് പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്നത്.
കാരണം ഈ മാനേജ്മെന്റ് കുറച്ച് നല്ല രീതിയിൽ ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പ് ഇത് കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളത് എന്താ പറയാ, ഇന്ന് അവര് ഹോസ്പിറ്റൽസ് ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൽട്ടിയാണ്. സോ അതുകൊണ്ടാണ് ഇത്രയും നല്ല ഒരു എന്താ പറയാ ഒരു കോഴ്സ് ആയിട്ട് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്ത് അങ്ങനെ ആ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ എന്താ മോൾഡ് ചെയ്തെടുക്കുക. ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ അതിനെ ഇവരെയൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ, ഈ ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യാൻ പാകപ്പെടുത്തുന്ന രീതിയിൽ അവരെ ആക്കി തീർക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഈ ഹെൽത്ത് കെയർ സിസ്റ്റം ഇന്ന് കുറച്ച് എന്താ പറയാ അലങ്കോലപ്പെട്ട് അല്ലെ, എങ്ങനെയൊക്കെ കിടക്കാണ്. ഡിലക്ഷൻസ് ഇല്ല, മാനേജ്മെന്റ് ഇല്ല, നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല. There are many difficulties faced by the patients or others who are coming to the hospital. ഹോസ്പിറ്റലിൽ വന്നു പോകുന്ന ആളുകളും അവിടുത്തെ എംപ്ലോയീസും പേഷ്യൻസും ഒരുപാട് മറ്റു പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ഇല്ലാതെ ഇരിക്കാനും അവർ അതെല്ലാം തന്നെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് അതിനുവേണ്ടി നമ്മൾ മോൾഡ് ചെയ്തെടുക്കുന്നതാണ് ഏതിലൂടെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലൂടെ. ദാറ്റ് മീൻസ് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് അത്തരം കാര്യങ്ങളുടെ ഒരു ലാക്നെസ്, അതായത് അഭാവം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. മാനേജ്മെന്റ് പ്രോപ്പർ അല്ല, കോർഡിനേഷൻസ് ഇല്ല, എംപ്ലോയീസിന് അവരവരുടെ ജോലി വർക്കിംഗ് കണ്ടീഷൻസിൽ വെദർ ദേ ആർ സാറ്റിസ്ഫൈഡ് ഓർ നോട്ട് അതൊന്നും മനസ്സിലാക്കുന്നില്ല. ഓരോ ജോലിയും ഏറ്റെടുത്ത് കൊടുക്കുമ്പോൾ ആ ജോലിക്കാർ അവർ ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, അവരത് ആ ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആണോ, അവർക്കൊരു നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആ ഹോസ്പിറ്റൽസിൽ കിട്ടുന്നുണ്ടോ, ഇതൊന്നും ആരും അന്വേഷിക്കുന്നില്ല. ജോലി ചെയ്തോ, ദാറ്റ്സ് ഓൾ, എല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റുകളോ അവർ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ടോ, ഇതൊന്നും ട്രാക്ക് ചെയ്യാനോ അതൊന്നും മാനേജ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ അതിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് വേണ്ട സമയത്ത് പ്രോപ്പർ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യാനോ ഇതൊന്നും ചെയ്യുന്നില്ല എങ്കിൽ എന്താ പറയാ അതൊക്കെ എല്ലാം അവതാളത്തിലാകും. അപ്പൊ അതെല്ലാം നോക്കി നടത്തുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഇന്ത്യ പോലുള്ള രാജ്യത്തിൽ ഒരുപാട് there are many multi specialty hospitals, government hospitals, super specialty hospitals, health care institutions, laboratories functioning. ഒത്തിരി ഇത്തരം ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, ഈ ലബോറട്ടറീസ്, പിന്നെ എന്താ പറയാ ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം തന്നെ there need some type of management, scheduling, directing. ഇത് ഈ മെഡിക്കൽ സർവീസ് ഒക്കെ കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്ത് സ്കെഡ്യൂൾ ചെയ്ത് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ ആവശ്യകതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത്തരം ഒരു കോഴ്സ് ഇന്ന് ഇത്രയും പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. മൊത്തത്തിൽ ആസ് എ ഹോൾ ഹോസ്പിറ്റലിനെ അങ്ങോട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഓക്കെ, ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് you know that it is now we are joined നിങ്ങൾ ഈ ഒരു ഹോസ്പിറ്റലിന്റെ ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു ഡിപ്ലോമ പ്ലസ് PG എന്ന് പറയുന്ന ഒരു കോഴ്സിന് വേണ്ടിയിട്ടാണ് അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കോഴ്സിലൂടെ നമുക്കറിയാം ഇതിന് +2 ലെവൽ ക്വാളിഫിക്കേഷൻ ആണ് ഇതിന് നെസസറി ആയിട്ടുള്ളത്. +2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് കൂടിയാണ് ഇത്. ആൻഡ് in this rapidly growing health care situations, നമുക്കറിയാം ഇന്ന് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന മേഖല അങ്ങോട്ട് കുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊന്നുമല്ല, മറ്റു പല ഓർഗനൈസേഷൻസും ഒക്കെ നമ്മൾ നോക്കി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണ് കുറച്ച് റാപ്പിഡ്ലി ഗ്രോത്ത് ഉള്ള ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. കാരണം ഇന്ന് നമ്മൾ ചുറ്റുവട്ടത്ത് നോക്കി കഴിഞ്ഞാൽ we can see that there are different kinds of diseases. ഒരുപാട് രോഗങ്ങളാണ്, പല തരത്തിലാണ്. ഇന്ന് കേൾക്കുന്ന ഒരു രോഗത്തിന്റെ പേരെല്ലാം നാളെ കേൾക്കുന്നത്. ഓരോ ദിവസം ദിനം പ്രതി അല്ലെങ്കിൽ ദിനം പ്രതി തന്നെ പറയേണ്ട ദിവസത്തിൽ തന്നെ പല രോഗങ്ങളുടെ പുതിയ പേരുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഇത്രയും കണ്ട് റാപ്പിഡ് ആയിട്ട് ഗ്രോ ചെയ്യാനുള്ള കാരണം. അപ്പൊ ഈ റാപ്പിഡ് ഗ്രോത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് അത്രയും ആളുകൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും അതിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ റഷ് ചെയ്യുന്നുണ്ട് ഈ ഒരു കോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ. ഓക്കെ, ആളുകൾ പറയും നമ്മളിപ്പോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചെയ്താൽ ഏറ്റവും നല്ല കോഴ്സുകൾ നമുക്ക് പെട്ടെന്ന് ജോലിക്ക് കയറാൻ പറ്റിയത് പ്രൊഫഷണൽ കോഴ്സുകൾ ഏതൊക്കെയാണ് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ യു ക്യാൻ ഫൈൻഡ് വൺ അമംഗ് ഇറ്റ് ഈസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതിൽ രണ്ട് മൂന്നെണ്ണത്തിന്റെ പേരുകൾ വരുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേര് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ അത്തരം കോഴ്സുകളിൽ പെട്ടതാണ്. അതായത് പെട്ടെന്ന് നമുക്ക് ജോലിക്ക് സാധ്യതയുള്ളതും ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. പണ്ടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പണ്ടൊക്കെ നമ്മൾ സ്കൂൾ
സ്കൂളും കോളേജും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ പറയാ, അപ്പൊ BSc പഠിച്ചവർക്കാണെങ്കിൽ BSc നഴ്സിംഗിന് പോകാം. അവർക്ക് അത്രയും ഹോസ്പിറ്റലിൽ സംബന്ധമായിട്ടുള്ള ജോലി കിട്ടിയിരുന്നുള്ളൂ അല്ലെ. എല്ലാവർക്കും അത് കിട്ടില്ലല്ലോ. അത്രയും പഠിക്കാൻ അത്ര ബ്രില്യൻസ് ഒന്നും ഇല്ലാതിരുന്ന ആളുകൾക്ക് ഇന്ന് കാശ് കൊടുത്തായാലും കയറാം. അന്ന് ഈ പറഞ്ഞ പോലെ ഇത്രയും അധികം പൈസയൊന്നും പാരന്റ്സിന്റെ കയ്യിലില്ല സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത്രയും മാർക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, നീ 4th ഗ്രൂപ്പ് എടുത്ത് പഠിക്കാം, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിക്കാം. ഇങ്ങനെയൊക്കെ ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ പാർട്ടാക്കാൻ പറ്റില്ലായിരുന്നു പണ്ടൊക്കെ അല്ലെ. ഇന്ന് അങ്ങനെയൊന്നും ഇല്ല. ഇന്ന് നമുക്ക് ഡിഗ്രി കഴിഞ്ഞാലും ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഭാഗമാകാൻ ഇഫ് യു ആർ വില്ലിംഗ്, if you are wishing, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇറ്റ്സ് ദ ബെസ്റ്റ് ചോയ്സ്. ഇതൊരു നല്ല സൗകര്യമാണ്, ഒരു നല്ല തെരഞ്ഞെടുപ്പ് തന്നെയാണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വേറെ എവിടെയും പോകില്ല. എന്തിനാ നമ്മൾ പേടിക്കുന്നത്? ഒരു എന്തെങ്കിലും ഒരു പുതിയ കാര്യം നമ്മൾ പഠിക്കുന്നത് ഇറ്റ്സ് ആഡിങ് ടു അവർ എഡ്യൂക്കേഷൻ. ആ ഒരു ഇത് നമ്മളുടെ ഉള്ള വിദ്യാഭ്യാസത്തോട് നമ്മൾ ആഡ് ചെയ്യാണ്. ഒരിക്കലും പഠനം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ പഠിക്കുന്നത് മറ്റുള്ളവർക്ക് ബാധ്യതയാകാനോ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ ചെലവായി പോയി എന്നോ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ആൻ അസറ്റ്. തീർച്ചയായിട്ടും അതൊരു അസറ്റ് തന്നെയാണ് നമുക്ക്. പിന്നെ എന്തിനാ നമ്മൾ പഠിക്കുന്നത്? ഒരു കോഴ്സ് നമ്മൾ പഠിച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മുമ്പിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അത് നമ്മളുടെ കഴിവ് കൊണ്ട് നമ്മൾ നേടിയെടുക്കണം. ആ ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ തുറന്ന് വിശാലമായിട്ടുള്ള ഒരു ഡോർ പോലെ കിടക്കാണ്. വി ഹാവ് ടു എൻ്റർ ഇൻസൈഡ് വിത്ത് അവർ എഫിഷ്യൻസി, അവർ സ്മാർട്ട്നെസ്, അവർ എന്താ പറയാ കോൺഫിഡൻസ്. നമ്മളുടെ ഉള്ളിൽ നിന്ന് വരേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആഫ്റ്റർ ഓൾ ഇതൊക്കെ എത്ര കോഴ്സുകൾ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്താലും ഇറ്റ്സ് ഓൾ അപ്പോൺ അസ് ഹൗ ടു ഒബ്റ്റെയിൻ ദാറ്റ് പർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി. ഈ ഒരു കോഴ്സ് വെച്ച് എങ്ങനെ ഞാൻ അത് നേടിയെടുക്കാം എന്നുള്ളത് ഇത് നമ്മളിൽ തന്നെ നിക്ഷിപ്തമാണ്. സോ വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ്. അതിന്റെ ഡോർ വരെ എത്തിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് വരെയുള്ള കാര്യങ്ങൾ എത്തിച്ചു തരാനേ നമുക്ക് പറ്റുള്ളൂ. ഒരുപാട് ഡിഗ്രീസും PGയും ഒക്കെ ഹോൾഡ് ചെയ്ത ആൾക്കാരും ഇഷ്ടംപോലെ നമ്മൾക്ക് നാട്ടിൽ കൂടി നടക്കുന്നുണ്ട്. എന്താ പഠിച്ച് ക്വാളിഫിക്കേഷൻസ് ചോദിക്കുമ്പോൾ വലിയതുണ്ട്. പക്ഷെ എന്നിട്ടും അടുത്ത ചോദ്യം എന്നിട്ടും ജോലിയൊന്നും ആയില്ലേ എന്നാണ് അല്ലെ നമ്മൾ ചോദിക്കും. അങ്ങനെ ഇത് ജോലിക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എന്നാൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ക്വാളിഫിക്കേഷനിലൂടെ ഹൗ ക്യാൻ വി ഒബ്റ്റെയിൻ എ ജോബ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമാകേണ്ടത്. അങ്ങനെ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഭാഗം നിങ്ങൾക്ക് പറ്റാവുന്ന സ്ഥലങ്ങളിൽ നമുക്ക് അത് എത്തിച്ചേരാനും കൂടി നോക്കുക ഈ ഒരു കോഴ്സ് പഠിച്ചു തീർന്നതോടെ. ഓക്കെ, അപ്പൊ +2 ലെവലാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ അറിയാം. ആൻഡ് ഇറ്റ് ഓൾസോ ആഡ് ടു അവർ എഡ്യൂക്കേഷൻ. നമ്മളുടെ എഡ്യൂക്കേഷനൊപ്പം ആഡ് ഓൺ ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സ് കൂടിയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇനി എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു എയിം എന്ന് പറയുന്നത്? എന്താണ് ഇതിന്റെ ലക്ഷ്യം? ഈ ഒരു ഹോസ്പിറ്റൽ മാനേജ് ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്താ? ടു ഫെസിലിറ്റേറ്റ് ദ ഹോസ്പിറ്റൽസ് ക്വാളിറ്റി സർവീസസ് ടു ദ പേഷ്യൻസ് while adopting cost effective ways. അതായത് ഒരു ഹോസ്പിറ്റല് എന്തിനാണ് ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഹോസ്പിറ്റലില്? ഒന്നാമത്തെ കാര്യം ടു ഫങ്ഷൻ ഓൾ സർവീസസ്. അതായത് ഏത് ഒരു സേവനമാണോ ഹോസ്പിറ്റൽസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇറ്റ് ഷുഡ് ബി ക്വാളിഫൈഡ്. ക്വാളിറ്റി സർവീസസ് ഷുഡ് ബി പ്രൊവൈഡഡ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്നറിയോ? അവിടെ വന്നു പോകുന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള വെറുതെ എന്തെങ്കിലും സേവനം കൊടുത്താൽ പോരാ. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞു നല്ല നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും, നിങ്ങളൊന്നും പേടിക്കേണ്ട, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും എവിടെ പോകില്ല. അയ്യോ കുറച്ച് നേരം കഴിയുമ്പോ അയ്യോ നഷ്ടമായി പോയി, വെറുതെ ചേരണ്ടായിരുന്നു എന്നൊന്നും നിങ്ങൾ പറയണ്ട. നമ്മളിവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കൽ ഇപ്പൊ എങ്ങനെ വേണമെങ്കിലും നടത്താം അല്ലെ. ഒരു ടീച്ചർ വന്നിട്ട് ഇപ്പൊ നമ്മൾ കോളേജിലൊക്കെ പോയിട്ട് പിള്ളേരോട് ചോദിച്ചാൽ അറിയാം, കുട്ടികൾ പറയും അച്ഛൻ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു കാര്യം എന്താണെന്നറിയോ, ഇന്നത്തെ കുട്ടികൾ കോൺസെൻട്രേറ്റഡ് അല്ല പഠനത്തിന്റെ കാര്യത്തിൽ. അവർക്ക് അവരുടെ ചുറ്റും ഒരുപാട് സോഷ്യൽ മീഡിയ അവർക്ക് മറ്റു രീതിയിലുള്ള കുറെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് they are not concentrating on their studies. കുട്ടികൾ എന്നിട്ട് പക്ഷെ വന്നിട്ട് പറയുന്ന അറിയാൻ ടീച്ചേഴ്സിനെ കുട്ടികളുണ്ട്, ടീച്ചർ അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞു, ആരും അത് ശ്രദ്ധിച്ചില്ല, കുറെ അവിടെ കിടന്ന് ഉറങ്ങി, കുറെ എന്തൊക്കെ കേട്ടു, അവിടെ ഞങ്ങൾ അവിടേക്ക് വർത്താനം പറഞ്ഞു, ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പോയി എവിടം വരെ എടുത്തു, എവിടം വരെ നിന്റെ ടോപ്പിക് എടുത്തു, ആർക്കറിയാം, എനിക്കറിയാം, ഇത് തീർന്നോ ഈ ചാപ്റ്റർ മറിച്ച് എവിടേക്കോ എന്തൊക്കെയോ അക്ഷരങ്ങൾ കേട്ടതുപോലെ ഓർമ്മയുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ പറയണേ അല്ലെ. അങ്ങനെയും എടുക്കാം. പക്ഷെ അങ്ങനെയല്ല, നമ്മളെല്ലാവരെയും ഒരുമിച്ചിരുത്തി ഒരു ക്ലാസ് കൊടുക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഗിവൺ ഇൻ എ പ്രോപ്പർ മാനർ. അത് കുട്ടികളിലേക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൊടുക്കണം അല്ലെ. അങ്ങനെ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഏത് ജോലിയും അതിൻ്റെതായ നല്ല രീതിയിലും ചെയ്യാം, സ്മാർട്ടായിട്ട് ചെയ്യാം,
ഹാർഡായിട്ട് ചെയ്യാം. ഒത്തിരി ഡിഫറെന്റ് വേസ് ഉണ്ട്. അത് ഓരോരുത്തരും അവരുടെ ഒരു ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഒരു ഹോസ്പിറ്റൽസിലും വൈൽ ദേ ആർ പ്രൊവൈഡിങ് സർവീസസ്, അവര് പേഷ്യൻസിനെ നോക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, അവർക്ക് കൊടുക്കുന്ന മറ്റ് സൗകര്യങ്ങൾ സേവനങ്ങളായിക്കോട്ടെ, അതൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള രീതിയിലാണ്, നല്ല ക്വാളിറ്റി സർവീസസ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത്, അവരോട് പെരുമാറുന്ന രീതി. പേഷ്യൻസ് ആണ് കുറച്ച് മെന്റൽ സ്ട്രെയിൻ ഒക്കെ ആയിട്ടാണ്, സ്ട്രെസ് ഒക്കെ ആയിട്ടാണ് ഹോസ്പിറ്റൽസിലെ പേഷ്യൻസും അവരെ കൊണ്ടുവരുന്ന ആളുകളും വരുന്നത്. അപ്പൊ അവരോട് ഏത് രീതി ഏറ്റവും കൂടുതൽ പേഷ്യൻസ്, PATIENCE, ക്ഷമ അല്ലെ, ക്ഷമ. പേഷ്യൻസും വേണ്ടത് ഹോസ്പിറ്റലിലാണ് അല്ലെ, രണ്ടും വേണം. രണ്ട് പേഷ്യൻസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒന്ന് രോഗികളും ഏറ്റവും കൂടുതൽ ക്ഷമയും വേണ്ട ഒരു ഓർഗനൈസേഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നമ്മുടെ വരുന്ന ആളുകളോട് വളരെ റൂഡായിട്ടൊക്കെ പെരുമാറി കഴിഞ്ഞാൽ നമുക്കറിയാം പറ്റുള്ള ആകെ തന്നെ എന്താ പറയാ മനസ്സ് മടുത്തിട്ടൊക്കെ ആയിരിക്കും. ചിലർ ഭയങ്കര വലിയ അസുഖമൊക്കെ ആയിട്ട് വരുമ്പോ ഭയങ്കര മെന്റൽ സ്ട്രെങ്ത് ഒക്കെ ആയിട്ട് വരുന്ന, സ്ട്രെസ് ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവരോട് നമ്മൾ അത്രയും നല്ല രീതിയിൽ പേഷ്യൻസ് ആയിട്ട് എന്ത് ചെയ്യണം, പെരുമാറണം അല്ലെ. അപ്പൊ ഷുഡ് ബി പ്രൊവൈഡ് ക്വാളിറ്റി സർവീസസ്, നല്ല രീതിയിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യേണ്ടത് നമ്മളാണ്. ആര്? നമ്മൾ ഈ കോഴ്സ് പഠിച്ചു ചെയ്യുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററായി മാറിക്കഴിയുമ്പോൾ. ഓക്കെ, അപ്പൊ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇങ്ങനെയുള്ള സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിൽ ഏതെങ്കിലും ആളുകൾ പേഷ്യൻസിനോട് വളരെ മോശമായി പെരുമാറുന്നുണ്ടോ, വെദർ ദ എംപ്ലോയീസ് ആർ ഗെറ്റിംഗ് ദെയർ ഫ്രീഡം ആൻഡ് അവർക്ക് അവരുടേതായ ഫ്രീഡവും അവർക്ക് വേണ്ട സൗകര്യങ്ങളും ഫെസിലിറ്റീസും ഒക്കെ എംപ്ലോയീസിന്, ജോലിക്കാർക്ക് കിട്ടുന്നുണ്ടോ, ഇതെല്ലാം മേക്ക് ഷുവർ ചെയ്യേണ്ടത് ഇവരാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കൊടുക്കുക. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ഗിവ് ദിസ് സർവീസസ് ബൈ അഡോപ്റ്റിംഗ് കോസ്റ്റ് ഇഫക്റ്റീവ് വേസ്, വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിൽ വരുന്ന പേഷ്യൻസിനെ എങ്ങനെയെങ്കിലും പിഴിഞ്ഞ് അവരിൽ നിന്നെല്ലാം ഈടാക്കുന്ന രീതിയിലൊന്നും അവരോട് ഇതാക്കരുത്. അപ്പൊ നമുക്കറിയാലോ, ഓരോ ആളുകളെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ലൈഫ്, നമ്മുടെ ജീവൻ ഉള്ള ഒരു ശരീരമാണ് ഏറ്റവും വലിയ അസറ്റ്. ഈ പണമൊക്കെ ഇന്നും നാളെയൊക്കെ വന്നിട്ടൊക്കെ പോകും. ചിലർ പറയില്ലേ, നമുക്ക് നമ്മളെത്ര സമ്പാദിച്ചാലും അതൊരു പനിക്കുള്ളൂ എന്നൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ വരുന്ന ആളുകളുടെ ചില ആളുകളെ കാണുമ്പോൾ അവരുടെ കാര്യങ്ങൾ അറിയുമ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദെയർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ചിലപ്പോൾ വലിയ ഓപ്പറേഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ they will not have their fund. അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ചിലപ്പോൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു വരില്ല. സോ ഹൗ ക്യാൻ വി മാനേജ് ഇറ്റ്? അങ്ങനെയുള്ള ആളുകളെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? ഇങ്ങനെയുള്ളവർക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് ഇല്ല, വേപ്പോ എവിടെയെങ്കിലും എന്ന് പറഞ്ഞിട്ടല്ല അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ മാനേജ് ചെയ്യണം. ആസ് എ ഹോൾ മൊത്തത്തിലാണ് ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇതിന്റെ എല്ലായിടത്തും ഒരു കണ്ണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടാകണം. അപ്പോൾ വീണ്ടും ഞാൻ പറയാണ്, ഇറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ ഓർ സിംഗിൾ റെസ്പോൺസിബിലിറ്റി. നമുക്ക് എടുക്കാൻ പോകുന്ന ഉത്തരവാദിത്തം വളരെ ലളിതമായതോ വളരെ ചെറിയതായിട്ടോ ഏതെങ്കിലും ഒരു ചുമതലയോ മാത്രമല്ല, ഒരുപാട് ചുമതലകളാണ് നമുക്ക് തലയിലെടുത്ത് വെക്കേണ്ടതെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ആൻഡ് ഹു ഈസ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ? അങ്ങനെയാണെങ്കിൽ ആരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞത്? അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലെ. ദ പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, ഒരു ഗ്രൂപ്പാണ്, അല്ലാണ്ട് ഒറ്റയ്ക്ക് ഒരാളായിരിക്കില്ല. വലിയ വലിയ ഹോസ്പിറ്റൽസിലാവുമ്പോൾ ഒരുപാട് എന്താ പറയാ ഡിപ്പാർട്ട്മെന്റുകൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള ഒരുപാട് വലിയ ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒരാളൊന്നുമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഹൂ ലീഡ്സ് ദ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദ ഹോസ്പിറ്റൽ, പ്ലാനിങ്, ഡിറക്ഷൻസ്, മാനേജ്മെന്റ്, കോർഡിനേഷൻ, എവറിഥിങ്. ഇതെല്ലാം തന്നെ എന്താ പറയാ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന വർക്ക് ഫോഴ്സ്, അവരെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് വിളിക്കുക. അപ്പൊ എല്ലാ കാര്യവും ഉണ്ട്, ഡിറക്ഷൻസ് ഉണ്ട്. അത് ഫിനാൻഷ്യൽ ആസ്പെക്ട് ആയിക്കോട്ടെ, പേഷ്യന്റ് സർവീസ് കൊടുക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, എംപ്ലോയീസിന്റെ കാര്യങ്ങളിലായിക്കോട്ടെ, എല്ലായിടത്തും ഡിറക്ഷൻസും കോർഡിനേഷൻസും പ്ലാനിങ്ങും ഒക്കെ കൊണ്ടുവന്ന് ഇവരെല്ലാവരെയും ഒരുമിച്ച് നിർത്തി നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ഫംഗ്ഷൻ ചെയ്യുക എന്നുള്ള രീതിയിലാക്കുന്ന ഒരു വർക്ക് ഫോഴ്സ് ആണ്, ഒരു ജോലിക്കാരുടെ ഒരു കൂട്ടം. അവരെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുക. ഓക്കെ, അപ്പൊ ആ കുറച്ച് ഗ്രൂപ്പ്, ആ കുറച്ച് ഇൻഡിവിജ്വൽസ് they have to manage the hospital as a whole. അവരാണ് ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു +2 ലെവലാണ്. നമുക്ക് ഒരു ഡിപ്ലോമ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെവൽ +2 ലെവലാണ് നമുക്ക് വേണ്ടത്. ആൻഡ് ആഫ്റ്റർ യുവർ +2 യു ക്യാൻ ഹോൾഡ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ കോഴ്സ്. ആൻഡ് ഓൾസോ ആഫ്റ്റർ ദാറ്റ് ഇഫ് യു ആർ വില്ലിംഗ് ടു എക്സ്റ്റെൻഡ് യുവർ കോഴ്സ്, അതായത് നമുക്ക് അതിന്റെ എക്സ്ട്രാ, അതായത് PG കൂടി പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് അതുകൂടി പഠിക്കാം. ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. And also you will get many opportunities in different types of organizations. നമ്മുടെ ഹോസ്പിറ്റലിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഈ ഒരു കോഴ്സിന്റെ സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങൾക്ക് പല ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ,
And after completing your course, നിങ്ങൾക്ക് ഒരു കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ you will become a skilled professionals in hospital administration. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ നല്ല ഒരു വ്യക്തിഗത മുദ്ര പതിപ്പിക്കാൻ പറ്റിയ നല്ല സ്കിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ച പ്രൊഫഷണൽസ് ആയിട്ട് തീരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ആൻഡ് യു ക്യാൻ ഓൾസോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസിന്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിനും അതുപോലെ തന്നെ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ ഉള്ള കഴിവുള്ള, അതായത് കേപ്പബിൾ ആയിട്ട് തീരാൻ പറ്റും എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയി കഴിഞ്ഞാലുള്ള നിങ്ങളുടെ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു യു വിൽ ഗെറ്റ് മെനി ഓപ്പർച്യൂണിറ്റീസ് നോട്ട് ഓൺലി ഇൻ ദ ഹോസ്പിറ്റൽസ് ബട്ട് സം അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഓർഗനൈസേഷൻസ്. നമ്മൾ പറഞ്ഞല്ലോ ഹോസ്പിറ്റൽസിൽ മാത്രമല്ല നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഒരുപാട് മറ്റ് പല മേഖലകളുണ്ട്. പുറത്തിരിക്കുക, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, പബ്ലിക് ഹെൽത്ത് ഏജൻസീസ് ഉണ്ട്, ഗവൺമെന്റ് ഹെൽത്ത് സർവീസസിലുണ്ട്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇന്ന് ഇതിന്റെയൊക്കെ ആവശ്യകത വന്നിട്ടുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസും ഈ ഒരു ആളുകളെ അല്ലെങ്കിൽ ഈ ഒരു മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നവരാണ്. മെഡിക്കൽ ഹെൽത്ത് ഫെസിലിറ്റീസ്, ഇന്റർനാഷണൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ആൻഡ് ഓൾസോ പ്രൈവറ്റ് നഴ്സിംഗ് ഹോംസ്. ഈ പ്രൈവറ്റ് നഴ്സിംഗ് ഹോംസ് ഒക്കെ നമ്മളുടെ ഇവിടെ ഇപ്പൊ കൂടുതൽ എനിക്കുള്ള അബ്രോഡാണ് കൂടുതലുള്ള നഴ്സിംഗ് ഹോംസ്, ഡേ കെയർ ഹോംസ്, അങ്ങനത്തെ ഒത്തിരി ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇതിന്റെ സർട്ടിഫിക്കറ്റ്സുമായിട്ട് പുറത്തേക്കൊക്കെ ജോലിക്ക് പോകാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നത്. ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് കൺട്രീസിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സ് കൂടിയാണ് ഇത്. അപ്പൊ നമ്മൾ എന്ത് കോഴ്സ് പഠിക്കുമ്പോഴും, പക്ഷേ നമ്മൾ പഠിക്കുമ്പോൾ ഓർക്കുക, നമ്മൾ എന്ത് പഠിക്കാൻ വേണ്ടി ചേരുമ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു എമൗണ്ട് ഒരിക്കലും നമ്മളുടെ കയ്യിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട്, അല്ലെങ്കിൽ നമുക്ക് അതൊരു എക്സ്പെൻസ് ആണ് എന്ന രീതിയിൽ നമുക്ക് തോന്നരുത്. അത് ചെയ്തത് അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്തായിരിക്കും ഇത് ഞാൻ ചെയ്ത ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും പക്ഷെ അതെനിക്ക് ഒരു വലിയ മുതൽക്കൂട്ടായി എന്നുള്ളത് മനസ്സിലാക്കണം. ആഫ്റ്റർ ഓൾ ഇതിന്റെയൊക്കെ ഏതൊക്കെ കോഴ്സുകൾ നമ്മൾ പഠിച്ചാലും ചിലർ +2 കഴിയുമ്പോൾ നിർത്തും, ചില ഡിഗ്രി കഴിയുമ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിർത്തും. ചില ആളുകൾ നിങ്ങൾ നോക്കിയ ഡിഗ്രി കഴിഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നത് പഠിക്കാൻ പോയി, അത് കഴിഞ്ഞു, അത് കഴിഞ്ഞ് അടുത്ത് പഠിക്കാൻ പോയി. ചില ആളുകൾ ഒത്തിരി ഇങ്ങനെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതെന്താണ്? അപ്പൊ ആളുകൾ ചോദിക്കുമ്പോൾ ഇത്രയൊക്കെ പഠിച്ചില്ല, ഇനി എന്തെങ്കിലും ജോലിക്ക് പോയിക്കോടെ എന്ന്, അല്ലെ? ജോലി ഒരിക്കലും നമുക്ക് വേണ്ടി ഇങ്ങോട്ട് വരില്ല, നമ്മൾ അങ്ങോട്ടാണ് അതൊക്കെ അന്വേഷിച്ചു പോകേണ്ടത്, അല്ലെ? നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. ചില ആളുകൾക്ക് കൂടുതൽ പഠിക്കാനായിരിക്കും ഇൻട്രസ്റ്റ്, അല്ലെ? പഠിച്ച് കഴിഞ്ഞ് ആഫ്റ്റർ ഓൾ കുറെ കഴിഞ്ഞിട്ടായിരിക്കും അവർ ഉദ്ദേശിച്ച അവരുടെ ലക്ഷ്യം എന്തെങ്കിലും ഉണ്ടായിരിക്കും അവർക്ക്. അവർ ഓൾറെഡി ഇങ്ങനെ എയിം ചെയ്ത് വെച്ചിട്ടാണ് ചില ആളുകൾ ചില ലക്ഷ്യങ്ങൾ. അവിടെ എത്തുന്നത് വരെ കണ്ടിന്യൂ ദയർ സ്റ്റഡീസ്. അവരൊരിക്കലും അത് നിർത്തുന്നില്ല, അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ചില ആളുകളെ ചില സ്ഥലത്ത് വെച്ച് നിർത്തിയിട്ട് അവർക്ക് ചിലപ്പോ കനോട്ട് കണ്ടിന്യൂ ദയർ സ്റ്റഡീസ് ബിക്കോസ് ഓഫ് സം ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. ഒത്തിരി ആളുകൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ ചിലപ്പോൾ വീട്ടിലെ മറ്റാരെങ്കിലും ഇല്ല, ഞാനാണ് ഇനിയുള്ള എന്റെ വീടിന്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുത്തേക്കുന്നത്, അതുകൊണ്ട് ഐ ഹാവ് ടു ഡു സംതിങ് ഫോർ ദാറ്റ്, അതുകൊണ്ട് എനിക്ക് ഇനി പഠിക്കാനൊന്നും പറ്റില്ല, അങ്ങനെയുള്ളവരുണ്ടായിരിക്കും. അപ്പൊ അത് ഉള്ളത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അത് നേടിയെടുക്കാൻ നോക്കും. എവിടെയാണെങ്കിലും നമ്മൾ പഠിച്ച കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിലും എന്ത് കാര്യം നമ്മൾ പഠിച്ചാലും അത് നമുക്കൊരു നമ്മളുടെ ഒരു എന്താ പറയാ ബുദ്ധിയും അല്ലെങ്കിൽ ഇന്റലിജൻസും അല്ലെങ്കിൽ അതുപോലെ തന്നെ എഡ്യൂക്കേഷനും ഒക്കെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എവിടെയെങ്കിലും ചെന്ന ആളുകളുടെ അടുത്ത് നിന്ന് നമ്മൾ സംസാരിക്കുമ്പോഴെങ്കിലും നമ്മുടെ വായിൽ നിന്നും നമുക്ക് വേണ്ടാത്തത്, അതായത് നമുക്ക് എന്താ പറയാ പഠിപ്പില്ലാത്തവരോ അല്ലെങ്കിൽ വിവരമില്ലാത്തവരോ ഒക്കെ പറയുന്നത് പോലെയുള്ള സംസാരം നമ്മളുടെ ഇതിലേക്ക് വല്ല പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത്രയും അധികം നമ്മൾ കൂടുതൽ ആ കാര്യങ്ങളിൽ കൂടുതൽ മെച്ചുവേർഡ് ആകുകയാണ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇപ്പൊ എന്തിന് നമ്മൾ ഇതെല്ലാം പഠിച്ചു, എന്തെങ്കിലും ഒരു സംശയം നമ്മളുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളുടെ താഴെയുള്ളവരോ ഒക്കെ നമ്മളോട് ചോദിച്ചാൽ പോലും നമുക്ക് അതിന് എന്തെങ്കിലും ഒരു മറുപടി പറയാനെങ്കിലും അറിയാം. അപ്പൊ അന്ന് ഞാനത് പഠിക്കാത്തതുകൊണ്ടായിരിക്കും എന്റെ കുട്ടിക്ക് അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒത്തിരി അതുപോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ളത്, ചില രോഗങ്ങളുമായി ബന്ധപ്പെട്ടത്, ഏത് ഓർഗൻസിനെ ബാധിക്കുന്ന രോഗമാണ് ഇന്നത്, ഒത്തിരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. സോ ദാറ്റ് യു ക്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് കൊണ്ട് യു ക്യാൻ ഷെയർ ഇറ്റ് വിത്ത് യുവർ യങ് വൺസ്. നമ്മുടെ കുട്ടികളും ഒക്കെ ആയിട്ട് നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റും. അവരുടെ സംശയങ്ങൾ നമുക്കൊന്ന് സയൻസ് സംബന്ധമായിട്ടുള്ള ചില സംശയങ്ങൾക്ക് നമുക്കൊന്ന് മറുപടി കൊടുക്കാനൊക്കെ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പൊ ഒരു നല്ല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയി തീരുക എന്നുള്ള ഒരു എയിമോട് കൂടി, ഒരു ഗോളോട് കൂടിയാണ് നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലായി.
അപ്പോ എല്ലാവർക്കും ആ ഒരു കോഴ്സ് നിങ്ങൾ എങ്ങനെയാണ് അതിന്റെ ക്ലാസ്സുകളെ കുറിച്ചിട്ടും ക്ലാസ്സസ് ഒക്കെ എങ്ങനെയായിരിക്കും എന്ന് തുടങ്ങും എന്നുള്ളത് സർ വന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡിഫറെന്റ് ഒരു സെഷനാണ്. അടുത്ത സെഷനിൽ അത് പറഞ്ഞു തരുന്നതായിരിക്കും. ആൻഡ് ഹൗ ദ എക്സാംസ് വിൽ ബി കണ്ടക്ടഡ് ആൻഡ് ആഫ്റ്റർ ഓൾ ദ തിങ്സ്. അതായത് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സാറ് പറഞ്ഞു തരുമായിരിക്കും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ സർ വരുമ്പോ കേൾക്കുക. ആൻഡ് കോഴ്സ് എന്താണ്, അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എവിടെയൊക്കെയാണ്, എന്താണ് ഇതിന് വേണ്ട എന്താ പറയാ ഒരു യോഗ്യത, ഈ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ട യോഗ്യത എന്താണ്, ഇതിനകത്ത് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചിട്ട് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് പഠിക്കാൻ. നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ പോകുന്നു, അത് തെറ്റി കയറുന്നു, റിസപ്ഷനിൽ പോയി ഇരിക്കുന്നു. നമുക്ക് കാണേണ്ട ഡോക്ടർ ഏതാണോ, ഈ ഡോക്ടറാണ്, പീഡിയാട്രിക്സിനെ കാണേണ്ടത്. ഓക്കെ, ആ ഡോക്ടറെ കാണുന്നു, പുറത്തേക്ക് വരുന്നു, ഫാർമസിയിൽ പോയി മരുന്ന് വാങ്ങിച്ച് നമ്മൾ പോകുന്നു. അപ്പൊ ഇത്രയും ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഏകദേശം നമുക്ക് പരിചയം ഉണ്ടാകുള്ളൂ അല്ലെ. അല്ലാതെ അതിനകത്ത് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ഹാവ് ഇറ്റ്സ് ഓൺ ഫങ്ഷൻസ്. ഓരോന്നിനും അതിന്റേതായ ഫങ്ഷൻസ് ആണുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും പിന്നെ ഒത്തിരി ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് മാൻ പവർ, ഹ്യൂമൻ റിസോഴ്സ്. അത് മാനേജ് ചെയ്യുന്ന കാര്യങ്ങള്, നമ്മൾ ഹോസ്പിറ്റൽസിന് പബ്ലിക്കുമായിട്ടുള്ള പബ്ലിക് റിലേഷൻസ്, അത് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കോഴ്സിൽ ഒരു പേപ്പേഴ്സിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ കാര്യങ്ങൾ, അതായത് എക്സാംസ് ഹൗ വിൽ ബി കണ്ടക്ടഡ് ആൻഡ് ക്ലാസ്സസ് ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി കണ്ടക്ടഡ്, എങ്ങനെയൊക്കെയാണ് നടത്തപ്പെടാൻ പോകുന്നത്, എന്ന് മുതൽ ഇന്ന് തുടങ്ങിയാണ് ക്ലാസ്സുകൾ ആരംഭിക്കുക. ഓൾ ദാറ്റ് തിങ്സ് അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, so be optimistic, be confident, and all the best for your new project. നിങ്ങൾ ഈ ഒരു ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു വലിയ സംരംഭം പോലെയാണ് അല്ലെ. ആ ഒരു പുതിയ ഒരു കാൽവയ്പിന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആശംസകളാണ് തരുന്നത്. അപ്പൊ നമ്മള് ഒരുമിച്ച് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഡോണ്ട് ബി വെറി, ബി ഹാപ്പി ഓൾവേസ്. ഓക്കെ, ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചു പേർക്കൊക്കെ എന്തൊക്കെയായിരിക്കും എന്നാവോ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി വന്ന് ജോയിൻ ചെയ്തവരുണ്ടായിരിക്കും. ഇപ്പൊ കുറെയൊക്കെ എങ്കിലും ഒരു കോൺഫിഡൻസ് വന്നോ? ഞാൻ ഓൾമോസ്റ്റ് മാറ്റിയിട്ടുണ്ട്. യു ക്യാൻ സേ കോൺഫിഡൻസ് വന്നോ? ഹാപ്പി ആയോ എല്ലാവരും? Yes, ma'am. ബാക്കിലേക്ക് പോകരുത്. നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാം. നമ്മൾ ഒപ്പം ഉണ്ട്, പേടിക്കണ്ട. ഇപ്പൊ നമ്മള് ഒത്തിരി ബാച്ചസ് ഇപ്പൊ ഇതിന്റെ മുൻപിൽ കഴിഞ്ഞു പോയി. ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കേഷൻസ് കഴിഞ്ഞ ബാച്ചസ് പോലും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിനെ കുറിച്ചൊന്നും പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ നമ്മളോട് സഹകരിക്കാം. ക്ലാസ്സസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ക്ലാസ്സസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങളൊക്കെ ടീച്ചേഴ്സിനോട് ചോദിക്കാം. മറ്റേതെങ്കിലും കോമൺ ആയിട്ടുള്ള വല്ല ഡൗട്ട്സ് ഒക്കെ വരാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് എന്നെ കാണുമെന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞല്ലോ, ഞാൻ എന്റെ പേര് ഓർമ്മയുണ്ടോ? പറഞ്ഞത് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ കാണണമെന്നൊന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ടീച്ചേഴ്സ് ആരാണോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടീച്ചേഴ്സ് ആണോ അവര് വന്ന് പറയുമ്പോ ടീച്ചർ എന്നോട് പറയും. അപ്പൊ എന്നെ കാണണമെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ക്ലാസ്സിൽ കയറി പോകണം. ഓക്കെ, അതല്ല എങ്കില് ടീച്ചേഴ്സ് അവരുടെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള സംശയം അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. അല്ലാതെ കോമൺ ആയിട്ട് നമ്മുടെ ഈ കോഴ്സിനെ സംബന്ധിക്കുന്നോ എക്സാമിനെ സംബന്ധിക്കുന്നോ നമ്മുടെ ടോപ്പിക്സ് റിലേറ്റഡ് അല്ലാതെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, സംശയങ്ങൾ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞാൽ മതി എടുക്കുന്ന ടീച്ചേഴ്സിനോട്. ഓക്കെ, ഇനി ക്ലാസ്സസ് കാണുമ്പോൾ നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ്സുമായിട്ട് ഓക്കെ മാം അന്നൊന്ന് നോട്ട് അയച്ചു തരാമല്ലോ. അന്നൊന്ന് നോട്ട് അയച്ചു കോഴ്സിനെ സംബന്ധിക്കുന്നതും എക്സാംസിനെ സംബന്ധിക്കുന്ന സാർ ക്ലാസ്സിൽ പറയും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തേ. മനസ്സിലായോ? ഞാൻ കോഴ്സ് എന്താണ് എന്നത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നതാ. എക്സാംസും അതിന്റെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ സാർ പറയാൻ വേണ്ടി കയറുന്നുണ്ട്. സാറിനെ നിങ്ങൾക്കൊന്ന് മീറ്റ് ചെയ്യണ്ടേ? ഓക്കെ, സാറിനെ കൂടി ഒന്ന് നിങ്ങൾ കണ്ടിരിക്കേണ്ടത് നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് സാർ നിങ്ങളോട് എല്ലാം പറഞ്ഞു തരുവേ. അപ്പൊ കാര്യങ്ങൾ മനസ്സിലാകും.
ക്ലാസ് മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാം പറഞ്ഞു തരും ടീച്ചേഴ്സ്. ഓക്കെ മാം. നിങ്ങൾക്ക് സിലബസിനെ സംബന്ധിക്കുന്നു, അതായത് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സസിനെ സംബന്ധിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് സാർ വരുന്നത്. സിലബസ് ഒക്കെ നിങ്ങൾക്ക് തരും. സിലബസ്, നോട്ട്സ്, എവറിഥിങ്, ഈവൻ ദ റെക്കോർഡഡ് ക്ലാസ്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ എല്ലാവർക്കും ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് റെക്കോർഡഡ് ക്ലാസ് കാണാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ഇതിലാണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്തിരിക്കുന്നത് പലരും, മെജോറിറ്റി. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇത് റെക്കോർഡും ചെയ്യുന്നുണ്ട്. ആ റെക്കോർഡഡ് ക്ലാസ്സുകൾ പിറ്റേ ദിവസം തന്നെ അതിന്റെ എന്താ പറയാ ഗൂഗിൾ ക്ലാസ് റൂമിൽ സെറ്റ് ചെയ്തതായിരിക്കും. നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാം. വാച്ച് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ക്ലാസ്സിൽ പറ്റുമെങ്കിൽ കാണുമെങ്കിൽ കാണുക, അല്ലെങ്കിൽ അടുത്ത ക്ലാസ് നെക്സ്റ്റ് ക്ലാസ് നിങ്ങൾ കാണുന്നതിന് മുമ്പ് പ്രീവിയസ് ക്ലാസ് കണ്ടിട്ടേ അടുത്ത ക്ലാസ് കാണാൻ പാടുള്ളൂ. ഇപ്പൊ കണക്റ്റഡ് ആയിരുന്നു, ഒരു ചാപ്റ്റർ ഒരു ദിവസം കൊണ്ടൊന്നും തീരില്ലല്ലോ. അപ്പൊ ആ ക്ലാസ് മുന്നത്തെ ക്ലാസ് കാണാതെ അടുത്ത ക്ലാസ് മാത്രമേ പോകും. ഇന്നത്തെ പിന്നെ എന്തായാലും കണ്ടില്ല, ഇനി നാളത്തെ കാണാം എന്ന് വിചാരിക്കരുത്. ഈ റെക്കോർഡഡ് ക്ലാസ് കാണുന്നവരോടാ പറയുന്നത്. ലൈവ് ക്ലാസ് കാണുന്നവർക്ക് കുഴപ്പമില്ല, അവർക്ക് ലൈവില് ഓൾറെഡി അറ്റൻഡഡ് ആയിരിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം അതെടുത്ത് നോക്കിയാൽ മതി. അതിനുള്ള ഗൂഗിൾ ക്ലാസ് റൂം ലിങ്ക് ഒക്കെ ഉണ്ടായിരിക്കും, അതനുസരിച്ച് നിങ്ങൾക്ക് തരും. അതിന്റെ കാര്യങ്ങൾ സാർ പറയും. പിന്നെ ഞാൻ കയറി പറയുന്നത് ശരിയല്ലല്ലോ. എന്നിൽ നിക്ഷിപ്തമായ റെസ്പോൺസിബിലിറ്റി ആണ് ഞാൻ ഇവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ മാം. ഗ്രാജുവേഷൻ ഓക്കെ മാം. ഡിപ്ലോമ എന്താ ഗ്രാജുവേഷൻ കംപ്ലീറ്റഡ് ആണെങ്കിൽ നമുക്ക് ഡിപ്ലോമ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതോ PG ഡിപ്ലോമ ഡയറക്റ്റ് ആയിട്ട്? ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ്. ഓക്കെ, ഡിപ്ലോമ പ്ലസ് PG ആണ്. PG ഡിപ്ലോമ നേരത്തെ ചെയ്യാത്തവർക്ക് കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഇത്. രണ്ടും കൂടി ഒരുമിച്ചാണ്. ഓക്കെ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇതുമായിട്ട് നമ്മുടെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളോ അല്ലെങ്കിൽ മറ്റ് ക്ലാസ്സസിന്റെ സംശയങ്ങളോ കിട്ടുന്ന സാറുകാർ പറയും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്തെങ്കിലും സംശയം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. അത് ടീച്ചേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള ക്ലാരിഫിക്കേഷൻസ് തന്നോളാം. ഓക്കെ, സാറിന്റെ മാമിന്റെ നമ്പർ ഗ്രൂപ്പിലാവോ? നമ്പർ എങ്ങനെയാ മാമിന്റെ നമ്പര്? നമ്പറോ? നിങ്ങൾക്ക് എപ്പ എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ നമ്പർ എന്തിനാണ്, ഞാൻ തന്നെ ഇവിടെ വന്നിരുന്നത് കൊണ്ട് പറയില്ലേ പിന്നെ എന്ത് നമ്പർ. നിങ്ങളിപ്പോ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഒരു വെളിപ്പാടുടെ കാര്യം ഞാനിവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ എപ്പോ സംശയം നിങ്ങൾ ടീച്ചേഴ്സിനോടൊന്ന് മെൻഷൻ ചെയ്താൽ മതി. ഇന്ന കാര്യമുണ്ട്, ഞങ്ങൾക്ക് ടീച്ചറിനെ കാണണം എന്ന് ചോദിക്കണം. ഓടി എത്തും ഞാനിവിടെ ഇടാണ്, പരിസരത്ത് തന്നെ ഉണ്ടായിരിക്കും. ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുന്നതാണ് നല്ലത്. അതിനൊക്കെ ഉള്ള മറുപടി സാർ തരും കേട്ടോ. ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ സംശയങ്ങൾ ബുക്സ് റിലേറ്റഡ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ് കാര്യങ്ങൾ ഒക്കെ സാർ ഇപ്പൊ പറയും. അപ്പൊ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ സാർ വരുന്നത് വരെ പ്ലീസ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ സീ യു. ഓക്കെ, ബൈ. Okay. Thank you. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.
എല്ലാവരും മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തേ. Good morning. സർ. മൈക്ക് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുക. Good morning, sir. Good morning, sir. ഹലോ, മൈക്ക് മ്യൂട്ട് ചെയ്യാത്തവർ എത്ര പേര് മൈക്ക് മ്യൂട്ട് ചെയ്യണം? മൈക്ക് മ്യൂട്ട് ചെയ്യാത്ത ആളുകളെ രഞ്ജിത്ത് മൈക്ക് മ്യൂട്ട് ചെയ്യണം. ജസ്റ്റിൻ മൈക്ക് മ്യൂട്ട് ചെയ്യണം. അഞ്ജു ജസ്റ്റിൻ സംസാരിക്കാൻ പ്രശ്നം വരും. അഞ്ജു ജസ്റ്റിൻ ഹലോ, ദയവേത് ഒന്ന് നോട്ട് ചെയ്യണേ. ഓക്കെ, ഞാൻ തന്നെ മൈക്ക് ഓൺ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ കാര്യങ്ങൾ നിങ്ങളോട് മിഷൻസ് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്നിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ജയദേവ് എന്നാണ്. ഞാൻ ഡയറക്ടർ ബോർഡിന്റെ പ്രതിനിധിയായിട്ട് വന്നാക്കുന്ന ആള്. അതിന് സ്മാർട്ട് ശ്രീയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരാളാണ്. ഓക്കെ, എന്റെ സ്ഥലം എറണാകുളം ജില്ലയാണ്. ഞാൻ വന്നിട്ടുള്ളത് ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിശംസ് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങള്, സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങള്, ബാക്കി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന എല്ലാ സംശയങ്ങളും, അങ്ങനെയുള്ള ഒരു ഡൗട്ട് ക്ലിയറിങ്ങിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ഓക്കെ, ഞാൻ ഈ ഓൾ മ്യൂട്ട് ഒന്ന് മാറ്റിക്കോട്ടെ. എല്ലാവരും അങ്ങനെ ഓൾ മ്യൂട്ട് മാറ്റി കഴിയുമ്പോൾ മൈക്ക് മ്യൂട്ട് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണേ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ക്ലാസ്സിൽ നിന്ന് നമുക്ക് പിടിച്ചിപ്പോ റിമൂവ് ചെയ്യേണ്ട വരും. ഓക്കെ, നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവർക്കും അത് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരിക്കും. നമ്മുടെ ഈ സെഷൻ സുഖകരമായിട്ട് നടത്താനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഓൾ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് എല്ലാവർക്കും വ്യക്തമായിട്ട് കേൾക്കാമല്ലോ? ആരെങ്കിലും ഒരാൾ മാത്രം മറുപടി പറഞ്ഞേ. ഓക്കെ, റൈറ്റ് ബസ്. ഓക്കെ, അപ്പോ നമ്മുടെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ആദ്യം പറയാൻ പോകുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള സ്വകാര്യ മേഖലയിലെ ഹോസ്പിറ്റലുകളിലുള്ള 35% വരുന്ന നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന ജോബ് റോളാണ്. ടീച്ചർ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരൊറ്റ കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ 15 മുതൽ 19 ജോബ് റോൾ വരെ ഉള്ള ജോബ് റോളുകൾ കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സാധാരണ DTP എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് DTP വർക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഫാർമസി അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മരുന്ന് എടുത്തു കൊടുക്കാൻ മാത്രം സാധിക്കുകയുള്ളൂ. പക്ഷേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾ പൂർത്തിയാക്കി കഴിയുമ്പോൾ 15 മുതൽ 19 വരെയുള്ള ജോബ് റോളുകളിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കോഴ്സാണ്. അങ്ങനൊരു കോഴ്സ് വേറെ ഇല്ല. ഓക്കെ, അപൂർവം ചില കോഴ്സുകളെ അങ്ങനെയുള്ളൂ. അപ്പോ ഇതിന്റെ സർട്ടിഫിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് ആദ്യം പരിശോധിക്കാം.
ഈ കാര്യങ്ങളൊക്കെ ആദ്യം നിങ്ങളോട് വളരെ തുറന്ന് ട്രാൻസ്പെറന്റ് ആയി സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കോഴ്സിന്റെ ഫീസ് നിങ്ങളിൽ നിന്നും ഞങ്ങൾ വാങ്ങുന്നത് വളരെ ചെറിയ ഒരു തുകയാണ്. പുറത്ത് ഈ കോഴ്സിന്റെ ഫീസ് എത്രയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യം ഉള്ള ആളുകളാണ് ഈ ക്ലാസ്സിനകത്തുള്ള ആളുകൾ. ഞങ്ങൾ ഒരു CSR ഫണ്ടിന്റെ ഭാഗമായിട്ട് ഒരു NGO, നോൺ ഗസറ്റഡ് ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഫീസിന്റെ ഒരു വലിയ തുക അതാത് കമ്പനികൾ, നിങ്ങൾക്കിപ്പോ ഈ കോഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്ത് തന്നിട്ടുള്ള കമ്പനിയുടെ പേര് സിട്രോൺ എന്നാണ്. സിട്രോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ സിട്രോണാണ് ബാക്കി തുക ഞങ്ങൾക്ക് തരുന്നത്. ബാക്കി വരുന്ന പൈസയാണ് നിങ്ങൾ 1000 രൂപയുടെ 6 മാസ തവണകളായി നിങ്ങൾ അടക്കുന്നത്. അത് ഒരുമിച്ച് അടക്കുകയാണെങ്കിൽ 5000 രൂപ അടച്ചാൽ മതി. 1000 രൂപ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട്. 1000 രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. 5000 രൂപ നിങ്ങൾ അടച്ചാൽ മതിയാ. ഓക്കെ. അപ്പോ കോഴ്സിന്റെ ഫീസ് കുറയുന്നത് കൊണ്ട് തന്നെ ചില ആളുകൾക്ക് ചില സംശയം വരും. എന്താ, പുറത്ത് ഇത്രയും ഉയർന്ന ഫീസിന് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് ഇത്രയും കുറഞ്ഞ ഫീസിൽ പഠിപ്പിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ എന്നുള്ള ഒരു സംശയത്തെ സംബന്ധിച്ചിട്ട് വരാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നമ്മുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് RSDCA സർട്ടിഫിക്കറ്റ് ആണ്, റീജിയണൽ സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി, RSDCA. RSDCA സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കോഴ്സ് നടത്തുക എന്നുള്ള ചുമതല മാത്രമാണ് സ്മാർട്ട് ശ്രീ നിർവഹിക്കുന്നത്. സർട്ടിഫിക്കറ്റ് സ്മാർട്ട് ശ്രീയുടേതല്ല. സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരുന്നത് RSDCA ആണ്, സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി, RSDCA. അതിന് 4 സവിശേഷതകൾ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് തരുന്നത്. ഒന്നാമത്തെ സവിശേഷത, അത് ഓൺലൈൻ വെരിഫിക്കേഷൻ ചെയ്യാവുന്ന സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിൽ ജോലി തേടിപ്പോയാലും അവിടെ നിങ്ങൾക്ക് ജോലി തരുന്ന എംപ്ലോയർക്ക് ആ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത പരിശോധിക്കുന്നതിനുള്ള സംവിധാനം ആ സർട്ടിഫിക്കറ്റിൽ തന്നെ ഉള്ളടക്കം ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റാണ്. അതില് അപ്രകാരം 3 സേഫ്റ്റി മെഷർമെന്റുകളാണ് ഉള്ളത്. ഒന്ന്, ഒരു ഹോളോഗ്രാം സ്റ്റിക്കർ അതിൽ പതിപ്പിച്ചിട്ടുണ്ടാകും. രണ്ടാമത്തേത് RSDCA ഒരു സേഫ്റ്റി ബാഡ്ജ് അതിന്റെ താഴെ മുദ്രണം ചെയ്തിട്ടുണ്ടാവും. നിങ്ങളിൽ പല ആളുകളും ഒരു പക്ഷേ ഈ സർട്ടിഫിക്കറ്റിന്റെ ഡിജിറ്റൽ കോപ്പി കണ്ടിട്ടുണ്ടാകും. പക്ഷെ ഡിജിറ്റൽ കോപ്പിയിൽ ആ സേഫ്റ്റി ബാഡ്ജ് തെളിഞ്ഞ് കാണാനായിട്ട് പറ്റില്ല. സർട്ടിഫിക്കറ്റിന്റെ ഹാർഡ് കോപ്പി എടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ താഴെ ആയിട്ട് ഒരു സേഫ്റ്റി ബാഡ്ജ് മുദ്രണം ചെയ്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും. മറ്റൊന്ന്, അതിന്റെ റൈറ്റ് സൈഡ് അപ്പർ കോർണറായി ഒരു QR കോഡ് ഉണ്ടാവും. ആ QR കോഡ് നമ്മുടെ QR സ്കാനർ വെച്ചിട്ട് പരിശോധിച്ച് കഴിയുമ്പോൾ ഇത് നേരെ ചെല്ലുന്നത് RSDCA വെബ്സൈറ്റിലേക്കാണ്. ആ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ. ആ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഒരു സീരിയൽ നമ്പറും ഉണ്ടാകും, ഒരു രജിസ്ട്രേഷൻ നമ്പറും ഉണ്ടാകും. ആ സീരിയൽ നമ്പർ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ അടിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ്, നിങ്ങൾ ചെയ്ത കോഴ്സ് ഏതാണെന്നും ഏത് സ്ഥാപനത്തിൽ നിന്നാണ് കോഴ്സ് പൂർത്തിയാക്കിയതെന്നും ഏത് കാലയളവിലാണ് നിങ്ങൾ കോഴ്സ് പൂർത്തിയാക്കിയതെന്നും ആ കോഴ്സിന്റെ സിലബസ് എന്തായിരുന്നുവെന്നും നിങ്ങളുടെ ബാക്കിയുള്ള രേഖകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ വെബ്സൈറ്റിനകത്ത് ഉള്ളടക്കം ചെയ്തിട്ടുണ്ടാകും. ഒരു നിങ്ങളുടെ ജാതകം എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്, ഒരു വെരിഫിക്കേഷൻ ആണ്. നിങ്ങളുടെ A to Z കാര്യങ്ങൾ ആ വെബ്സൈറ്റിനകത്ത് ഈ സീരിയൽ നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എംപ്ലോയർക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അതാണ് ഒന്നാമത്തെ ഫീച്ചർ, അത് ഓൺലൈൻ വെരിഫിക്കേഷൻ. രണ്ടാമത്തേത്, ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത് ഇന്ത്യ വിദേശത്തെ രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന വിനിമയങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്തുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ സ്ഥാപനമാണ് ഏത്? ഇന്ത്യൻ എംബസി.
ആ ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്. ഓക്കെ. മൂന്നാമത്തേത് മോഫ അറ്റസ്റ്റേഷൻ. മോഫ അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ, ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശകാര്യ മന്ത്രാലയമുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഏത് സർട്ടിഫിക്കറ്റ്? RSDCA സർട്ടിഫിക്കറ്റ്. 3 കാര്യങ്ങളായി. 4ാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും 10ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളായിരിക്കുമല്ലോ. നിങ്ങളുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് RSDCA സർട്ടിഫിക്കറ്റ്. 4 സവിശേഷതകൾ ഉള്ള സർട്ടിഫിക്കറ്റ്. ഓക്കെ. 4 സവിശേഷതകൾ. ഒന്ന്, ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമാണ്. രണ്ടാമത്തേത് ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആണ്. മൂന്നാമത്തേത് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് അറ്റസ്റ്റേഷൻ അവൈലബിൾ ആണ്. 4ാമത്തേത് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ അറ്റാച്ച് ചെയ്ത് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്. ഈ 4 സവിശേഷതകളാണ് സർട്ടിഫിക്കറ്റിനുള്ളത്. ഈ സർട്ടിഫിക്കറ്റ് കോഴ്സിനോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. RSDCA സർട്ടിഫിക്കറ്റിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പൈസയൊന്നും അടക്കേണ്ടതില്ല. കോഴ്സ് ഫീസും പ്ലസ് എക്സാം ഫീസുമാണ് നിങ്ങൾക്ക് വരുന്നത്. ആ എക്സാം ഫീസിനകത്ത് കൂടി ഉൾപ്പെട്ടുകൊണ്ടാണ്, കോഴ്സ് ഫീസും എക്സാം ഫീസും കൂടി കൂട്ടുന്ന തുകയിൽ ഉൾപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ് RSDCA സർട്ടിഫിക്കറ്റ്. അത് കോഴ്സുമായി അറ്റാച്ച് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. രണ്ടാമതൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ്. ആ സർട്ടിഫിക്കറ്റിന്റെ പേര് SDC കാനഡ എന്നാണ്. SDC കാനഡ, സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഓഫ് കാനഡ. അത് കാനഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തൊഴിൽ നൈപുണ്യ വികസനത്തിന്റെ ഒരു സർട്ടിഫിക്കേഷൻ കൗൺസിലാണ് ഏത് SDC കാനഡ എന്ന് പറയുന്നത്. സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഓഫ് കാനഡ. അതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ്. 140-ലേറെ രാഷ്ട്രങ്ങളിൽ തൊഴിൽ നൈപുണ്യത്തിന്റെ ഔദ്യോഗിക സ്ഥാപനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് SDC കാനഡ എന്ന് പറയുന്നത്. ആ സർട്ടിഫിക്കറ്റ് ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. ആ സർട്ടിഫിക്കറ്റിനകത്ത് സർട്ടിഫിക്കറ്റ് നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പർ വെച്ചിട്ട് അതിനുള്ള QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ആ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത, ഞാൻ നേരത്തെ പറഞ്ഞില്ല RSDCA സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്നത്, അതുപോലെ തന്നെ എംപ്ലോയർക്കോ മറ്റ് അധികാരികൾക്കോ അതിന്റെ ആധികാരികത പരിശോധിക്കുന്നതിനുള്ള സംവിധാനം ഉള്ളടക്കം ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് SDC കാനഡയുടെ സർട്ടിഫിക്കറ്റ്. കഴിഞ്ഞ 2 ദിവസക്കാലമായിട്ട് എന്നെ 3 കുട്ടികൾ വിളിച്ചിരുന്നു. സാറേ, നിങ്ങളുടെ SDC കാനഡയുടെ സർട്ടിഫിക്കറ്റിന് ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ കിട്ടൂലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. അപ്പോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം പറയാം. സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഓഫ് കാനഡ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റിന് ഇന്ത്യൻ എംബസിന്റെ അറ്റസ്റ്റേഷൻ കിട്ടുകയില്ല. അതെന്തായിരിക്കും കാരണം? അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. SDC കാനഡ എന്ന് പറയുന്ന സ്ഥാപനം വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിലല്ല. ഇന്ത്യക്കകത്ത് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രജിസ്റ്റേർഡ് ഓഫീസുകളോ ഹെഡ് ഓഫീസുകളോ പ്രവർത്തിക്കുന്നില്ല. അത് ഒരു കനേഡിയൻ സ്ഥാപനമാണ്. ഒരു വിദേശ രാഷ്ട്രത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ എംബസിക്ക് അറ്റസ്റ്റ് ചെയ്ത് നൽകാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള കാരണം കൊണ്ടാണ് SDC കാനഡയുടെ സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ എംബസിക്ക് അറ്റസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ഇതാണ് സർട്ടിഫിക്കറ്റുമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം. മറ്റൊന്ന്, നമ്മുടെ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം. എങ്ങനെയാണ് എക്സാം? അതേ കുറിച്ചിട്ട് നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ധാരണയുണ്ടോ? ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളൊന്ന് പറയാമോ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട്? ഇല്ല. വിഷ്ണു ഉണ്ട് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. മെസ്സേജ് ഇടാമോ? ഉണ്ട് എന്ന് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട്? ഇല്ല. ഓക്കെ. ഒരു ഡൗട്ട് ഉണ്ട് സാർ. ഓൺലൈൻ എക്സാം, മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ ഓക്കെ, ഉണ്ട് ഉണ്ട്. ആരാണ് പറഞ്ഞത്? ഗുഡ് ലൈഫ് മലയാളം. ഈ 2 സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒബ്ജക്റ്റീവ് അല്ലേ?
നമുക്ക് ഡൗട്ട് ക്ലിയറിംഗ് നമുക്ക് അവസാനം ഒരുമിച്ച് നടത്താട്ടോ. ഞാനിത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോയിട്ടേ ആരൊരാൾ സംശയം ചോദിക്കുന്നുണ്ടായിരുന്നു. സംശയങ്ങൾ നമുക്ക് അവസാന ഇത് പറയാം. ഓക്കെ, ഞാൻ പറയാം എക്സാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറയാം. നിങ്ങൾക്ക് എക്സാം നടക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ്. ഓൺലൈൻ എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾക്ക് സൗകര്യപ്രദമായ മറ്റേതെങ്കിലും ഇടത്തോ ഇരുന്ന് സ്വസ്ഥമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന എക്സാമാണ്. നിങ്ങളുടെ വീടിന്റെ 4 ചുവരുകൾക്കകത്ത് ഇരുന്ന് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോ അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ അവിടെ അഞ്ചോ മൈക്ക് മ്യൂട്ട് ചെയ്യാം. എക്സാം നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ 4 ചുവരുകൾക്കകത്ത് ഇരുന്നു കൊണ്ട് അറ്റൻഡ് ചെയ്യാനായി സാധിക്കും. അപ്പൊ അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുമ്പോഴേ നമുക്കൊരു സംശയം വരും. എന്താ സംശയം? ആ എക്സാമിന് എന്ത് ക്രെഡിബിലിറ്റി ആയിരിക്കും ഉണ്ടാവുക, എന്ത് വിശ്വാസ്യതയായിരിക്കും ഉണ്ടാവുക? ഓക്കെ, അതിന്റെ കാര്യം പറയാം. ഈ എക്സാം നടക്കുന്നത് OMR ടൈപ്പ് ആയിട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ചോദ്യം ഉണ്ടാകും, അതിന് 4 ഉത്തരങ്ങൾ ഉണ്ടാകും. ആ 4 ഉത്തരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ ശരി ഉത്തരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ടിക്ക് കൊടുക്കാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ ലാപ്ടോപ്പ് ഉപയോഗിച്ചോ ഡെസ്ക്ടോപ്പ് ഉപയോഗിച്ചോ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അറ്റൻഡ് ചെയ്ത് സമീർ ബാബു മ്യൂട്ട് ചെയ്യാമോ? സോറി സർ. നിങ്ങൾ അറ്റൻഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാഥമികമായി പറയാനുള്ള കാര്യം. എക്സാമിന്റെ ഇൻവിജിലേറ്റർമാരായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ക്ലാസ് നയിക്കുന്ന അധ്യാപികമാരോ അല്ല എങ്കിൽ സ്മാർട്ട് ശ്രീയുടെ ടെക്നിക്കൽ ടീമിലുള്ള 15ഓളം വരുന്ന ജീവനക്കാരിൽ ആരെങ്കിലുമോ ആയിരിക്കും നിങ്ങളുടെ നെഗറ്റീവ് മാർക്ക് ഇല്ല. ഞാൻ പറയാം, എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ഫുൾ കാര്യം പറയാം, എന്നിട്ട് നമുക്ക് സംശയം ചോദിക്കാം കേട്ടോ. ഈ ടെക്നിക്കൽ ടീമിലെ ആരെങ്കിലുമോ അധ്യാപികമാരോ ആയിരിക്കും നിങ്ങളുടെ കോഴ്സിന് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ആളുകൾ. വിസിബിൾ ആയിട്ടുള്ളത് ഈ ആളുകളെ ആയിരിക്കും. എന്നാൽ സർട്ടിഫിക്കേഷൻ കൗൺസിലാണ് എക്സാം നടത്തുന്നത്, സ്മാർട്ട് ശ്രീ അല്ല. എക്സാമിന്റെ തീയതി നിശ്ചയിക്കുന്നത്, ഏത് മോഡ് ഓഫ് എക്സാം ആണ് നടത്തേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത്, സിലബസ് നിശ്ചയിക്കുന്നത് എല്ലാം സർട്ടിഫിക്കേഷൻ കൗൺസിലാണ്. അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ ഇൻവിജിലേറ്റർമാർ എക്സാം ഇൻവിജിലേറ്റ് ചെയ്യുന്നതാണ്. അവർ ഷാഡോ ഇൻവിജിലേറ്റർമാരായിട്ടായിരിക്കും ഈ എക്സാമിന് പങ്കെടുക്കുക. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി? ഷാഡോ ഇൻവിജിലേറ്റർമാരായി നമ്മുടെ സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ ഷാഡോ ഇൻവിജിലേറ്റർമാർ എക്സാമിനകത്തുണ്ടാകും. ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്. ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ നോക്കുമ്പോഴേ നമ്മുടെ വീട്ടില് ജനാല അടച്ചിട്ടാണ്, വാതില് അടച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ നമ്മുടെ ബെഡ്റൂമിന്റെ അകത്തിരുന്നാണ് നമ്മൾ എക്സാം ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു കുസൃതി തോന്നൽ. എന്താണ് കുസൃതി? നമ്മുടെ കുസൃതി ഏതെങ്കിലും ഒരു ചോദ്യത്തിന്റെ ഉത്തരം എക്സാമിന് വരുമെന്ന് നിങ്ങളോട് ടീച്ചർമാർ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു പാഠഭാഗം നിങ്ങളുടെ മൊബൈലിന്റെ പുറകിലായിട്ട് നിങ്ങൾ തുറന്നു വെക്കാം. ഓക്കെ, തുറന്നു വെച്ചിട്ടാണ് നിങ്ങൾ എക്സാം എഴുതുന്നതെന്ന് വിചാരിക്കുക. എക്സാം എഴുതി നിങ്ങൾക്ക് പാസ് മാർക്ക് കിട്ടും, പക്ഷേ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുക. അതെന്താണെന്ന് അറിയാം? നിങ്ങളുടെ എക്സാമിന്റെ ലൈവ് സ്ട്രീം വീഡിയോ ആണ് ഞാൻ പറഞ്ഞല്ലോ. ലൈവ് വീഡിയോ ആയിട്ടാണ് എക്സാം, ലൈവ് എക്സാം ആണ്. ആ ലൈവ് എക്സാം റെക്കോർഡഡ് ആണ്. റെക്കോർഡ് ചെയ്ത നിങ്ങളുടെ വീഡിയോ സർട്ടിഫിക്കേഷൻ കൗൺസിലിന് കൊടുക്കുക. സർട്ടിഫിക്കേഷൻ കൗൺസിലിന് ഈ റെക്കോർഡ് ചെയ്ത വീഡിയോ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ എക്സാം അപ്പിയറൻസ്, നിങ്ങളുടെ എക്സാം പ്രസന്റേഷൻ എങ്ങനെയാണ് എന്ന് സർട്ടിഫിക്കേഷൻ കൗൺസിൽ പരിശോധിക്കും.
അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള മിസ്ബിഹേവിങ്ങോ മാൽ പ്രാക്ടീസോ നടന്നിട്ടുണ്ട് എന്ന് പ്രഥമ ദൃഷ്ട്യാ വാക്കൊന്ന് ശ്രദ്ധിച്ചു കേട്ടോട്ടാ, പ്രഥമ ദൃഷ്ട്യാ നമ്മുടെ സർട്ടിഫിക്കേഷൻ കൗൺസിലിന് ബോധ്യപ്പെട്ടാൽ അവർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതല്ല. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആ തരത്തിലുള്ള ഒരു തരത്തിലുള്ള കുസൃതിയോ കുറുമ്പോ കാണിക്കാതിരിക്കലായിരിക്കും ഉചിതം. നമ്മൾ വിചാരിക്കുന്നത് മൊബൈൽ ഫോണിന്റെ പിറകിൽ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരു സെക്കൻഡെങ്കിലും നമ്മുടെ ദൃഷ്ടി അങ്ങോട്ട് നോക്കണമല്ലോ. നമ്മുടെ വിഷനെ നമ്മുടെ മിഴിയർ അങ്ങടേക്ക് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡഡ് ആവുന്നു. അതവർക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോ അത്തരത്തിലുള്ള പണിക്ക് ആരും തന്നെ പോകരുത്. ഓക്കെ, മൂന്നാമത്തെ കാര്യം എക്സാമുമായി ബന്ധപ്പെട്ട്. മൂന്നാമത്തെ കാര്യം, എക്സാം ഒരു ചോദ്യത്തിന് ഉത്തരം ആലോചിച്ച് അറ്റൻഡ് ചെയ്യുന്നത് ഒരു നിശ്ചിത സമയം സർട്ടിഫിക്കേഷൻ കൗൺസിൽ നിശ്ചയിച്ചിട്ടുണ്ട്. എക്സാമിന്റെ സമയം എന്ന് പറയുന്നത് ആ എക്സാമിന് ഉള്ള ആകെ ചോദ്യങ്ങളുടെ അറ്റൻഡ് ചെയ്യേണ്ട നിശ്ചിത സമയം കണക്കൂട്ടിയിട്ടായിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ ചോദ്യത്തിന്റെ ഉത്തരം ആലോചിക്കാതെ വേറെ എന്തെങ്കിലും പണിയാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ എക്സാം നിങ്ങൾക്ക് പൂർണ്ണമാക്കാൻ സാധിക്കുകയില്ല. ഓക്കെ, ഇതാണ് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ ഭാഗത്തു നിന്ന് പറയാനുള്ള കാര്യം. ഇനി സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ മറ്റൊരു സ്ഥാപനവും നൽകാത്ത ഒരു സ്പെഷ്യൽ സ്റ്റഡി മൊഡ്യൂൾ നൽകുന്നുണ്ട്. അത് ഒരു ഈസി മൊഡ്യൂളാണ്. ഈ കോഴ്സിനകത്ത് ജോയിൻ ചെയ്തിട്ടുള്ളവരിൽ ബഹുഭൂരിപക്ഷവും വീട്ടമ്മമാരാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വകാര്യ തൊഴിലിന് ഇന്ന് പോകുന്നവരാണ്. സംതൃപ്തിയോടെ അല്ല എങ്കിലും അസംതൃപ്തമായിട്ടാണെങ്കിലും വേറെ ഒരു തൊഴിലിന് പോകുന്നവരോ, കല്യാണം കഴിഞ്ഞു വീടിന്റെ നാലകത്ത് തടവറയിൽ പെട്ടുപോയി എന്നുള്ളത് പോലെ ജീവിക്കുന്ന വീട്ടമ്മമാരോ, സ്വന്തമായി സാമ്പത്തിക സ്വാതന്ത്ര്യം നേടണമെന്നും ജോലി നേടി അധ്വാനിച്ച് പണിയെടുക്കണമെന്നും ആ പണം കൊണ്ട് തന്റെ കാര്യം നിർവഹിക്കണമെന്നും അഭിമാനബോധമുള്ള ഒരുപാട് വീട്ടമ്മമാർ ഈ കോഴ്സിനകത്ത് ചേർന്നിട്ടുണ്ട്. തല ഉയർത്തിപ്പിടിച്ച് നട്ടലിൽ നിവർത്തിപ്പിടിച്ച് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിട്ട് ഒരു വലിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താന്ന് വെച്ചാല് അവര് പഠനത്തിന്റെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ട് പൂത്തുമ്പികളെ പോലെ പാറി നടന്നിട്ടുള്ള ആളുകളാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞു കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴേക്കും ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞു, തൊട്ട് പറഞ്ഞ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞു. വീട്ടിൽ അമ്മായിയമ്മക്ക് പാടില്ല, വീട്ടില് ഹസ്ബൻഡിന്റെ അച്ഛന് പാടില്ല, അവരെ നോക്കി. അങ്ങനെയൊക്കെ കുറെ കാലം കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അവർക്ക് പഠനത്തിന്റെ ഒരു ടച്ച് പൂർണ്ണമായി വിട്ടുപോയിട്ടുണ്ടാവും. ഓക്കെ, പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന്, പക്ഷെ ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, കപ്പാസിറ്റി ഉണ്ടാവണ്ടേ. അപ്പോ ആ കപ്പാസിറ്റി ഇല്ലാത്ത ആളുകൾ ഒന്ന്. രണ്ട്, ഇതിനകത്ത് +2 യോഗ്യതയുള്ളവർ മുതൽ +2 കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കഷ്ടിച്ച് പാസ്സായിട്ടുള്ളവർ മുതൽ പോസ്റ്റ് ഗ്രാജുവേഷന് വലിയ മാർക്ക് വാങ്ങി പാസ്സായിട്ടുള്ളവർ വരെ ഈ കോഴ്സിനകത്ത് ഒരേ പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പൊ രണ്ടുപേർക്കും ഒരേപോലെ നമ്മൾ വിളമ്പി കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാകില്ല. ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തിട്ട് ഗാന്ധിജിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ബ്രിട്ടീഷുകാർ ചവച്ചു തുപ്പിയ ഈ ഭാരതത്തിനെ വികസനത്തിന്റെ പരകോടിയിലേക്ക് നയിക്കണമെങ്കിൽ ഒരു വികസന നയം ആവിഷ്കരിക്കുമ്പോൾ ഞാൻ എന്താണ് മനസ്സിൽ കാണേണ്ടത്? പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഗാന്ധിയോട് ചോദിക്കുന്ന ചോദ്യം. ഗാന്ധിജി പറഞ്ഞ ഉത്തരം ഇതായിരുന്നു. ആ ഉത്തരം, നിങ്ങൾ സാധാരണക്കാരായവരിൽ സാധാരണക്കാരനെ, ദരിദ്രനാരായണന്മാരിൽ ദരിദ്രനായിട്ടുള്ളവരെ, അങ്ങനെയുള്ള ഒരാളുടെ മുഖമായിരിക്കണം ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള ഒരു നയം ആവിഷ്കരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. പുവർ ഓഫ് ദ പുവറസ്റ്റ് എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ഓക്കെ,
സ്മാർട്ട് സ്ത്രീ ഉയർത്തിപ്പിടിക്കുന്ന വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഈ മൊഡ്യൂളിൽ ചേർത്തിട്ടുള്ള ഒരു കാര്യം, ഈ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് ഈ ക്ലാസ് റൂമിനകത്ത് പഠിക്കുന്നതിന് വേണ്ടി ഏറ്റവും കഷ്ടപ്പെടാൻ പോകുന്ന, അക്കാദമിക്കലി ഏറ്റവും പുറകിൽ നിൽക്കുന്നയാളും നമ്മുടെ മെയിൻ എക്സാമിന് പ്രധാന പരീക്ഷയിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങള് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മുടെ കോഴ്സിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ മറ്റൊരു സ്ഥാപനവും അതാത് ദിവസം നടക്കുന്ന ക്ലാസ്സുകൾക്ക് മോക്ക് ടെസ്റ്റുകൾ കൊടുക്കുന്ന പതിവുകളില്ല. നമ്മുടെ ക്ലാസ്സിൽ നമുക്കതുണ്ട്. എന്താണ് മോക്ക് ടെസ്റ്റിന്റെ ഗുണം? മോക്ക് ടെസ്റ്റ് വലിയൊരു ഗുണമുള്ള കാര്യമാണ് കേട്ടോ. ഒന്ന് കേട്ടെ, മോക്ക് ടെസ്റ്റിന്റെ ഗുണം എന്ന് വെച്ചാല് നിങ്ങള് വായിച്ചു പഠിക്കേണ്ടതില്ല. നിങ്ങള് ലൈവ് വീഡിയോ കാണാൻ പറ്റാത്തവരുണ്ടാവും ഈ ക്ലാസ്സിനകത്ത്. വീട്ടമ്മമാർ, ജോലിക്ക് പോകുന്നവർ, മറ്റു കോഴ്സുകൾ ചെയ്യുന്നവർ ലൈവ് ക്ലാസ് ഒക്കെ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ആദ്യത്തെ 1000 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ട് കയറിയിട്ടുണ്ടാവുക. പക്ഷേ ക്ലാസ്സിൽ തുടർന്ന് പോകാൻ പറ്റുന്നില്ല. പിന്നെയുള്ള ഓപ്ഷൻ എന്താണ്? ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ്സോ അതല്ലാന്നുണ്ടെങ്കിൽ OBS റെക്കോർഡിംഗും ഉണ്ട്. നമുക്ക് ആ റെക്കോർഡ് ക്ലാസ്സോ കണ്ടു പഠിക്കുക എന്നുള്ളതാണ്. റെക്കോർഡ് ക്ലാസ് കണ്ടു പഠിക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യും? ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒരേ ഒരു കാര്യം ചെയ്യേണ്ട കാര്യം, മോക്ക് ടെസ്റ്റ് എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യുക. എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യുന്നതിന്, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിന് 3 മിനിറ്റ് മതി. 3 മിനിറ്റ് നിങ്ങൾക്ക് മതി ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ. ഈ കോഴ്സിന്റെ ഭാഗമായുള്ള മുഴുവൻ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ മെയിൻ എക്സാം 60% മാർക്ക് വാങ്ങി വിജയിക്കാൻ സാധിക്കും. പിന്നെ നോട്ടുകൾക്ക് കൂടി നമ്മുടെ ടെക്സ്റ്റുകളുണ്ട്, സ്പൈറൽ ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൂടാതെ PDF നോട്ടും നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ കിട്ടുന്നതാണ്. ഓക്കെ, ആ നോട്ടുകളോ സ്പൈറൽ ടെക്സ്റ്റുകളോ വെറുതെ വായിച്ചു നോക്കിയാൽ മാത്രം മതി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. കാരണം പ്രധാന പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങളെ കൊണ്ട് 2 or 3 തവണ ഞങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ കൊണ്ട് അറ്റൻഡ് ചെയ്യിപ്പിക്കും. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താ? മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്. ഒരു ചോദ്യം ഉണ്ടാകും, 4 ഉത്തരം ഉണ്ടാകും. എക്സാമ്പിൾ, കേരളത്തിന്റെ നെല്ലറ ഏത്? ആലപ്പുഴ, കുട്ടനാട്, എറണാകുളം, തൃശ്ശൂർ. ഉത്തരം ഇതാണെന്ന് ഇരിക്കട്ടെ, 4 ഉത്തരങ്ങൾ. അതിന് ശരിയായ ഉത്തരം കുട്ടനാട് എന്നുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ആലപ്പുഴ എന്നാണ് ടിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ, സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ മോക്ക് ടെസ്റ്റിനകത്ത് ആലപ്പുഴ റെഡ് കളറിൽ ഇങ്ങനെ നിൽക്കും. ഓക്കെ, എന്നിട്ട് പച്ച കളറിൽ കുട്ടനാട് എന്ന് പറയുന്ന പേര് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളൊരു ഉത്തരം തെറ്റായിട്ടാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ തെറ്റിയ ഉത്തരം, നിങ്ങൾ രേഖപ്പെടുത്തിയ ഉത്തരം തെറ്റാണെന്നും ശരിയായിട്ടുള്ള ഉത്തരം ഇന്നതാണെന്നും പച്ച കളറിൽ നിങ്ങൾക്ക് ബ്ലിങ്ക് ചെയ്ത് കാണിക്കും. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? അതൊരു സയന്റിഫിക് എഡ്യൂക്കേഷൻ മെത്തേഡാണ്. നിങ്ങൾ സിനിമാ തിയേറ്ററിൽ പോയി പുലിമുരുകൻ കണ്ടു. പുലിമുരുകൻ കണ്ട് 2 ദിവസം കഴിഞ്ഞാലും പുലിമുരുകനിലെ പുലി ചാടി വീഴുന്നതും മോഹൻലാൽ കത്തിയെടുത്ത് മരത്തിൽ എറിയുന്നതും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ദൃശ്യബിംബങ്ങളായിട്ട് ഇങ്ങനെ ജ്വലിച്ചു നിൽക്കും, ഇല്ലേ? അതുപോലെ ഈ പച്ച കളറിൽ ബ്ലിങ്ക് ചെയ്യുന്ന ഈ ഉത്തരങ്ങളുണ്ടല്ലോ, ആ ഉത്തരങ്ങൾ നിങ്ങളുടെ തലച്ചോറിൽ ഫീഡ് ചെയ്യപ്പെടും. വായിച്ചു പഠിക്കണ്ട, ലൈവ് ക്ലാസ് കാണണ്ട, റെക്കോർഡ് ക്ലാസ് കാണാതെ തന്നെ. ഞാനിത് പറയുന്നത് ലൈവ് ക്ലാസ് കാണണ്ടാന്നും റെക്കോർഡ് ക്ലാസ് കാണാന്നുണ്ടാ, കാണാൻ പറ്റാത്ത സാഹചര്യമുള്ളവരുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് വളരെയധികം സഹായകരമാകുന്ന ഒന്നാണ് ഈ മോക്ക് ടെസ്റ്റ്. ഓക്കെ, രണ്ടാമത്തെ ഭാഗം, എല്ലാ ദിവസവും ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന, ബാക്കി മോക്ക് ടെസ്റ്റ് റെക്കോർഡ് ക്ലാസ്സുകൾ കാണുന്ന, ക്ലാസ്സുകൾ കൃത്യമായി പഠിക്കുന്നവർക്ക് കൂടുതൽ മാർക്ക് വാങ്ങാനായി നിങ്ങൾക്ക് എന്ത് സഹായകരമാണ്? മോക്ക് ടെസ്റ്റ് സഹായകരമാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, അതാണ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. അപ്പോ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എക്സാമിനകത്ത് വിജയിക്കാൻ പറ്റും. ഒരു തരത്തിലുള്ള ആശങ്കയും നിങ്ങൾ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടോ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ വെച്ച് പുലർത്തേണ്ടതില്ല. ക്ലാസിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ
നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, പഠനം തുടരാൻ പറ്റുന്നില്ല, അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഒരൊറ്റ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക. ഓക്കെ, ഞാനൊരു ഫോൺ നമ്പർ ഇപ്പൊ പറയാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് എഴുതിയെടുക്കുക. 9235 9235 700 300 9235 700 300 9235 700 300. ഓക്കെ, ഈ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ഇത് എന്റെ നമ്പറാണ്. ഓക്കെ, നിങ്ങൾക്ക് കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടോ വേറെ ഏതെങ്കിലും കാലത്തുള്ള സംശയങ്ങളോ ആശങ്കകളോ പഠനം തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും എന്നെ വിളിക്കുക. ഒരു വീട്ടമ്മ, സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മ, വലിയ പ്രതീക്ഷയോട് നമ്പർ പറയാ 9235 700 300. again 9235 92335 ഓക്കെ, ഇതാണ് നമ്പർ. ഒരു ജയദേവ്, എന്റെ പേര് ജയദേവ് എന്നാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പ്രശ്നം, പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രശ്നം, പഠനം തുടരാൻ പറ്റുന്നില്ല, വീട്ടിലെ സിറ്റുവേഷൻ, വേറെന്തെങ്കിലും പ്രശ്നം, ആ സമയത്ത് നിങ്ങൾ വിളിച്ചു. ആ പ്രശ്നം നമ്മൾ പരിഹരിച്ചിരിക്കും. നിങ്ങളെ ക്ലാസ്സിനെ കണ്ടിന്യൂ ചെയ്തിരിക്കും. ഓക്കെ, ഒരു തരത്തിലുള്ള ആശങ്കയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ട. എന്റെ നമ്പർ രാവിലെ മുതൽ രാത്രി വരെയും അതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റിപ്ലൈ കിട്ടാനായിട്ട് എളുപ്പം വൈകിയേക്കാം. പക്ഷെ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. അയ്യോ, നമ്പർ ഞാൻ 3-4 വട്ടം പറഞ്ഞായിരുന്നു. ഒരിക്കലും കൂടി പറയാം. 9235 700 300 9235 700 300. ഭയങ്കര എളുപ്പത്തിൽ ഓർക്കാൻ നമ്പർ 700 300. ഓക്കെ, റൈറ്റ്. അപ്പോ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അടുത്തത് നമ്മുടെ നമ്മൾ എക്സാമിന്റെ കാര്യം പറഞ്ഞു. സൗണ്ട് ഇല്ലേ? സൗണ്ട് കുറവാണോ? ഓക്കെ, ഞാനേ ഇന്ന് പങ്കെടുക്കുന്ന 3ാമത്തെ ലൈവ് ക്ലാസ് ആണ്. എനർജി തീർന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ യെസ്, അതന്നെ 9235 700 300. ഗുഡ്. കമന്റ് ഇട്ടിട്ടുണ്ട് ഒരു കുട്ടി, CT ഇട്ടിട്ടുണ്ട്, നോക്കിക്കോളൂട്ടാ. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോ ആ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോ മെയിൻ എക്സാം വിജയിക്കുന്നതിന് വളരെ സഹായകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊന്ന് എക്സാം എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇതിനകത്ത് 2 കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഉള്ളത്. ജയദേവ്, യെസ്, 2 കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഒന്ന് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, രണ്ടാമത്തേത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. 2 കോഴ്സുകളാണ്. ഈ 2 കോഴ്സുകളിൽ ഒരു കോഴ്സ് 6 മാസം കാല ദൈർഘ്യമുള്ളതും മറ്റേ കോഴ്സ് 10 മാസം കാല ദൈർഘ്യമുള്ളതുമാണ്. ഓക്കെ, ഈ 6 മാസത്തെ ഡിപ്ലോമ കോഴ്സിനോടൊപ്പം തന്നെ ആയിരിക്കും PGക്കാർക്ക്, പോസ്റ്റ് ഗ്രാജുവേറ്റുകാർക്കും ആദ്യത്തെ 6 മാസത്തെ ക്ലാസ്സുകൾ ഉണ്ടാവുക. ഡിപ്ലോമ കോഴ്സിന് 4 മൊഡ്യൂളുകളാണ് ഉണ്ടായിരിക്കുക. എക്സാമുകൾ ഉണ്ടായിരിക്കുന്നതും 4 എണ്ണമായിരിക്കും. ഓക്കെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമക്കാർക്ക് 7 മൊഡ്യൂളുകളാണ് ഉണ്ടായിരിക്കുക. 7 പേപ്പറുകളായിട്ടായിരിക്കും എക്സാം. ഡിപ്ലോമക്കാർക്ക് 4 എക്സാം ആണ് ഉണ്ടാവുക. ഒരു ഡൗട്ട് ഉണ്ട് സർ, ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ദേവി കൃഷ്ണ, 4 എക്സാം എങ്ങനെയാണെന്ന് വെച്ചാല് പേപ്പർ 1, 2, 3, 4. ആദ്യം കോഴ്സ് തുടങ്ങി 3-ാം മാസം നിങ്ങളുടെ മൊഡ്യൂൾ 1, 2 തീരുന്നു. 1ഉം 2ഉം കൂടിയും തീർന്നു കഴിഞ്ഞാൽ 1ഉം 2ഉം കൂടിയും ചേർത്തിട്ട് നമ്മളൊരു എക്സാം നടത്തും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, സർട്ടിഫിക്കേഷൻ കൗൺസിൽ നടത്തുന്ന എക്സാം അല്ല കേട്ടോ, നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തും. 1ഉം 2ഉം കൂടിയും ചേർത്തിട്ട്. എന്തിനാണെന്ന് അറിയോ? നിങ്ങൾക്ക് ഈ എക്സാം രീതികൾ ഒന്ന് പരിചയപ്പെടാൻ, ആശങ്കകൾ, ടെക്നിക്കൽ പ്രോബ്ലംസ് അതൊക്കെ ഒന്ന് പരിചയപ്പെടാൻ. അതുകൂടാതെ നിങ്ങൾക്ക് ഈ മേഖലയിൽ നിങ്ങൾ ഓരോരുത്തരും ഇൻഡസ്ട്രിയൽ എക്സ്പെർട്ടുകൾ ആയി മാറുന്നതിന്, കൂടുതൽ പ്രൊഫഷണൽ ആകുന്നതിന്, കൂടുതൽ വിഷയവൈദഗ്ധ്യം നേടുന്നതിന് വേണ്ടിയിട്ട് 1ഉം 2ഉം കഴിയുമ്പോൾ 1ഉം 2ഉം കൂടി ചേർത്തൊരു എക്സാം. രണ്ടാമത്തെ എക്സാം എപ്പോഴാണെന്നറിയോ?
മൊഡ്യൂള് 3ഉം 4ഉം തീരുമ്പോൾ, പേപ്പർ 3ഉം 4ഉം തീരുമ്പോൾ 3ഉം 4ഉം കൂടി ചേർത്തിട്ട് ഒരു എക്സാം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ഒരു മോഡൽ എക്സാം ഉണ്ടാകും. മോഡൽ എക്സാം ഒരു പേപ്പർ വെച്ച്, ഓരോ പേപ്പർ വെച്ചിട്ട് 4 ദിവസങ്ങളിലായി 4 എക്സാമുകളായിരിക്കും ഉണ്ടായിരിക്കുക. 4 എക്സാമുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അപ്പോ ഡിപ്ലോമക്കാരുടെ പരീക്ഷ അതോട് കൂടിയിട്ട് കഴിയുകയാണ്. ആ 4 എക്സാമുകളോടൊപ്പം 60 മാർക്ക് വീതമുള്ള 4 എക്സാമുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ എത്രയാണ്? 6 4 24, 240 മാർക്കിന്റെയാണ് നിങ്ങൾക്ക് അക്കാദമിക് എക്സാം ഉണ്ടായിരിക്കുക. ബാക്കി 160 മാർക്കിന്റെ ഇന്റേണൽ എക്സാം ആയിരിക്കും. ഓക്കെ, ഇന്റേണൽ എക്സാമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണിക്കുന്നത്? ഇന്റേണൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഇന്റേണൽ എക്സാം എന്ന് പറഞ്ഞ എക്സാം ഉണ്ടായിരിക്കുകയില്ല. ഇന്റേണൽ മാർക്കായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. 60 മാർക്ക് വീതമുള്ള 4 എക്സാമുകൾ. ആ 4 എക്സാമിനകത്ത് ജയിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വാങ്ങേണ്ട മാർക്ക് എന്ന് പറയുന്നത് 22 മാർക്കാണ്. 22 മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സിലെ എക്സാം നിങ്ങൾ വിജയിച്ചു. ഓക്കെ, 60 മാർക്കിൽ 30 മാർക്കാണ് ഒരു വിദ്യാർത്ഥി വാങ്ങുന്നതെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ഇന്ത്യയുടെ മാർക്ക് പകുതി മാർക്ക് കിട്ടുന്നതാണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കട്ടെ. 240 മാർക്ക് നിങ്ങൾക്ക് ആകെ മാക്സിമം എക്സാം, 60 മാർക്ക് വെച്ചിട്ട് 4 സബ്ജക്ട്. അതിൽ 240 നിങ്ങൾ 120 മാർക്കാണ് വാങ്ങിയിരിക്കുന്നത് വിചാരിക്കുക. അങ്ങനെ 120 മാർക്കാണ് നിങ്ങൾ വാങ്ങിയതെങ്കിൽ 160ന്റെ പകുതി 80 മാർക്ക് നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കായിട്ട് കിട്ടും. അപ്പോ 120 + 80 200 മാർക്കായിരിക്കും നിങ്ങൾക്ക്. 400 200 മാർക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇന്ത്യയിലെ മാർക്കും പിന്നെ നമ്മുടെ അക്കാദമിക് എക്സാമിന്റെ മാർക്കും കൂടി കൂട്ടിയിട്ട്. നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നതോ ഏതെങ്കിലും ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാതിരിക്കുന്നതോ റെക്കോർഡ് ക്ലാസ്സിൽ പങ്കെടുക്കാതിരിക്കുന്നതോ മോക്ക് ടെസ്റ്റുകൾ അതാത് സമയത്ത് അറ്റൻഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാത്തതോ ഒന്നും തന്നെ ഇന്ത്യയുടെ മാർക്കിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇന്ത്യൻ മാർക്ക് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷന്റെ ഭാഗമായി മാത്രം നൽകുന്ന ഒരു മാർക്കാണ്. അത് നിങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതുന്ന എക്സാമിന്റെ അക്കാദമിക് മികവിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് ആ മാർക്ക് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ആ കാര്യം മനസ്സിലായി കഴിഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംശയങ്ങൾ നമുക്ക് ചോദിക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞാല് സംശയങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പിന്നീട് മറന്നു പോകും. സംശയം ചോദിക്കുമ്പോൾ ഓരോരുത്തരായിട്ട് ചോദിക്കുക. ഓരോ സംശയത്തിനും ഞാൻ അപ്പപ്പോ തന്നെ മറുപടി പറഞ്ഞു പോകാം. ഓക്കെ, മറ്റൊന്ന്, ഒരാൾ ചോദിച്ച സംശയം തന്നെ വീണ്ടും വീണ്ടും ഓരോരുത്തരായും റിപ്പീറ്റ് ചെയ്യേണ്ടതില്ല. ഓക്കെ, റൈറ്റ്. അപ്പോ ഓരോരുത്തർക്കായിട്ട് ഇപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംശയങ്ങൾ ചോദിക്കാം. നെഗറ്റീവ് മാർക്കില്ല, എക്സാമിനകത്ത് നെഗറ്റീവ് മാർക്കില്ല. ഓക്കെ, സംശയങ്ങൾ ചോദിക്കാം. ഓരോരുത്തരായിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ചോദിച്ചോ? ആദ്യം ചോദിക്കുന്നത് പേര് പറയും. ഓരോരുത്തരും പേര് പറയും. എന്നിട്ട് ചോദിക്കും. എന്റെ പേര് ടോം എന്നാണ്. ഒരു സെക്കൻഡ്. ടോം, ക്ലാസ് മലയാളത്തിലാണോ എടുക്കുന്നത്? ക്ലാസ് മലയാളത്തിലും എടുക്കും. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ആദ്യം വിശദീകരിക്കും. അതിനുശേഷം പച്ചയായ ശുദ്ധമായിട്ടുള്ള ഗ്രാമീണ മലയാളത്തിൽ ഈ ക്ലാസ്സിലെ ഏറ്റവും അക്കാദമിക്കലി പിറകിൽ നിൽക്കുന്ന ആൾക്ക് വരെ മനസ്സിലാകുന്ന രീതിയിൽ ക്ലാസ് എടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, റൈറ്റ്. ടോം ബി ഡാനിയൽ ചോദിക്കൂ. സാറേ, ഈ എക്സാം മറ്റേ 2 എക്സാം ഇല്ലേ സാറേ? അതായത് PG-ക്കാർക്കും ഡിപ്ലോമക്കാർക്കും ഒരു എക്സാമേ ഉള്ളൂ സാറേ? അല്ല ടോം, ഞാൻ പറയാം. PG-ക്കാരുടെ എക്സാം എങ്ങനെയാന്ന് വെച്ചാല് അവർക്ക് 7 പേപ്പറാണ് ഉണ്ടാവുക. ആദ്യത്തെ 4 പേപ്പറുകൾ ഡിപ്ലോമക്കാരുടെ ഒപ്പം അവർ 6ാം മാസം എഴുതുന്നു. പ്ലസ് 3 പിന്നെ എക്സാമുകൾ കൂടി ഉണ്ടാവും. ആ 3 എക്സാമുകൾ അവസാനത്തെ നമ്മുടെ 6 മാസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് അവർക്ക് PG-യുടെ ക്ലാസ് ആരംഭിക്കും. PG-ക്കുള്ള എക്സാം മൊഡ്യൂൾസ് ആരംഭിക്കും. ആ എക്സാം മൊഡ്യൂൾസിന്റെ ക്ലാസ് കഴിയുമ്പോൾ അവർക്ക് ആ 3
മൊഡ്യൂൾ കൂടി ചേർത്തിട്ട് ഒരു എക്സാം നമ്മൾ നടത്തും. അത് കഴിഞ്ഞിട്ട് മെയിൻ എക്സാം സർട്ടിഫിക്കേഷൻ കൗൺസിൽ നടത്തുന്ന 3 എക്സാമുകളായിട്ട് 3 പേപ്പറുകളായിട്ട് പേപ്പർ 5, 6, 7 അങ്ങനെയാണ് എക്സാം. ഓക്കെ സാർ, അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് 2 പേർക്ക് ഇത് സെപ്പറേറ്റ് അല്ലേ സാറ്? PG ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് കോഴ്സ് കഴിയുമ്പോൾ 10ാം മാസത്തിലാണ്. ഓക്കെ എക്സാം നടത്തുന്നത് 6ാം മാസത്തിൽ. എക്സാം 4 എക്സാമുകൾ PGക്കാർ അറ്റൻഡ് ചെയ്യും. എന്നാൽ സർട്ടിഫിക്കറ്റ് PG സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. PG സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ഈ PG കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമായിരിക്കും. ടെക്സ്റ്റ് ബുക്ക് വേണം എന്ന് നിർബന്ധമുണ്ടോ? ഞങ്ങൾക്കൊരു നിർബന്ധവുമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഒരു കച്ചവടത്തിന്റെ ഒരു രീതിയിൽ നടത്തുന്ന ഒരു സ്ഥാപനമല്ല സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത്. ഞാൻ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ ബ്രാഞ്ച് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. എന്റെ ഒപ്പം ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എല്ലാവരും തന്നെ ഇതുപോലെ തന്നെ ഒരുമിച്ച് PSCക്കും മറ്റും പഠിച്ച് ഒക്കെ വന്നിട്ടുള്ള ആളുകളാണ്. ഞങ്ങൾക്ക് ഈ വിദ്യാഭ്യാസ രംഗം ഒരു പാഷൻ ആയതുകൊണ്ട് മാത്രം ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകളാണ്. അതിന്റെ അർത്ഥം ലാഭമില്ലാന്നല്ല, നാമമാത്രമായിട്ടുള്ള ലാഭമുണ്ട്. പക്ഷെ ഞങ്ങള് ഏറ്റവും സാധാരണക്കാരന് ഈ വിദ്യാഭ്യാസം എത്തണം എന്നാണ് നിൽക്കുന്ന രീതിയിലാണ് ഞങ്ങൾ NGOകളെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള കോഴ്സുകൾ നടത്തുന്നത്. ഡിപ്ലോമ കഴിഞ്ഞ് PG കഴിഞ്ഞാലേ പ്ലേസ്മെന്റ് ഉണ്ടാകുള്ളൂ. ഡിപ്ലോമ കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് ഉണ്ടാകില്ലേ? പറയാം. പ്ലേസ്മെന്റിന്റെ സെഷനിലോട്ട് ഞാൻ വരാം. വന്നിട്ടില്ല, പറയാം. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ എക്സാം ഏത് ലാംഗ്വേജിൽ? എക്സാം ഇംഗ്ലീഷിലായിരിക്കും. എങ്കിലും ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട. 4 എണ്ണം എന്ന് പറഞ്ഞില്ലേ, അതൊന്നുകൂടി പറയാമോ? ഒന്നുകൂടി പറയാം. ഓക്കെ, എക്സാം ഇംഗ്ലീഷിലായിരിക്കും. മ്യൂട്ട് ചെയ്തോ. എവരിബഡി മ്യൂട്ട്. ഫീസ്, PGയുടെ ഫീസിന്റെ കാര്യം പറയാം. PGയുടെ ഫീസിന്റെ കാര്യം പറയാം കേട്ടോ. ഓക്കെ, മാത്രമാണോ PG കോഴ്സ്? പറയാം. PGയുടെ കാര്യം പറയാം. സർട്ടിഫിക്കറ്റ് എക്സ്ട്രാ ഫീ ആണോ? പറയാം. സർട്ടിഫിക്കറ്റിന്റെ കാര്യം, സർട്ടിഫിക്കറ്റ് ഈ എക്സാമിന് ഒരു ഫീസ് ഉണ്ട്. എക്സാമിന്റെ ഫീസ് ഈ 6000 രൂപ കൂടാതെ ഒരു 500 രൂപ നിങ്ങൾ അടക്കേണ്ടതുണ്ട്. എന്ത്? എക്സാം ഫീസ്. ആദ്യം അടക്കണം, ഡിപ്ലോമക്കാരടക്കണം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ PGക്കാർക്ക് 800 രൂപയാണ് എക്സാം ഫീസ് വരുന്നത്. ഓക്കെ, 800 രൂപ PGക്കാർക്കും 500 രൂപ ഡിപ്ലോമക്കാർക്കുമാണ് എക്സാം ഫീസ് ഉണ്ടായിരിക്കുന്നത്. എക്സാമിന്റെ കാര്യം ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ചുരുക്കി പറയാം. എക്സാം 4 പേപ്പറുകളായിട്ടാണ്. പേപ്പർ 1, 2, 3, 4. ആദ്യത്തെ ഒരു ദിവസം ഒരു പേപ്പർ എക്സാം ഉണ്ടാവും. പേപ്പർ 1 എക്സാം. പിറ്റേ ദിവസം നിങ്ങൾക്ക് അവധിയായിരിക്കും. ഓൾട്ടർനേറ്റ് ഡേയ്സിലായിരിക്കും നിങ്ങൾക്ക് എക്സാം നടത്തുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് എക്സാം നടത്തുന്നത്. ആദ്യത്തെ ദിവസം 1ാം പേപ്പർ, പിറ്റേ ദിവസം ഒരു ദിവസം ഇടവേള, റെസ്റ്റ്, പിറ്റേ ദിവസം 2ാമത്തെ എക്സാം, പിന്നെ റെസ്റ്റ്, 3ാമത്തെ എക്സാം, പിന്നെ റെസ്റ്റ്, 4ാമത്തെ എക്സാം. അങ്ങനെയാണ് എക്സാം നടത്തുന്നത്. ഇംഗ്ലീഷിലാണ് എക്സാം എന്നുള്ളത് കൊണ്ട് ആശങ്കപ്പെടേണ്ട. എക്സാം സമയം എക്സാം കൂടി ഇൻക്ലൂഡ് ആക്കാണോ 500 രൂപ? അതെ, ഓരോ എക്സാമിനുമല്ല 500 രൂപ. ആകെ 500 രൂപ. ആകെ 500 രൂപയാണ് ഡിപ്ലോമക്കാർക്ക്. PGക്കാർക്ക് ആകെ 800 രൂപ. ഓക്കെ, മറ്റൊന്ന് ഈ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സാം നിങ്ങൾക്ക് വളരെ കംഫർട്ട് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ സ്ട്രെയിൻലെസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഒരു സ്ട്രെസ് അതിന് വേണ്ട. എന്ന് വെച്ചാല് നിങ്ങളെ കൊണ്ട് അപ്പോഴേക്കും നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് വഴി മുഴുവൻ എക്സാം ക്വസ്റ്റ്യൻസും നിങ്ങളെ കൊണ്ട് അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നേ. 4 എക്സാമും കണ്ടക്ട് ചെയ്യുന്നത് സർട്ടിഫിക്കേഷൻ കൗൺസിൽ. ആ ഓരോ പേപ്പറായിട്ടുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു എക്സാം ഉണ്ടാവുള്ളൂ. ആ എക്സാം അങ്ങനെ ഉള്ളത് മെയിൻ എക്സാം ആയിരിക്കും. ആ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് സർട്ടിഫിക്കേഷൻ കൗൺസിലാണ്. അതിനു മുമ്പ് അതുപോലെ തന്നെ ഒരു മോഡൽ എക്സാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അതൊന്നുകൂടി പരിചയപ്പെടാൻ കഴിയും. ഓക്കെ, മറ്റൊന്ന് PGക്കാർക്ക്. PG ചെയ്യാൻ ആർക്കൊക്കെ സാധിക്കും? PG ചെയ്യാൻ സാധിക്കുന്നത് ഡിഗ്രി, ഏത് ഡിഗ്രി ഉള്ളവർ? 3 വർഷത്തെ ഡിഗ്രി പഠിച്ചവർ പ്ലസ് 2 വർഷത്തെ ഡിപ്ലോമ കഴിഞ്ഞവർ. 2 വർഷത്തെ ഡിപ്ലോമ, 6 മാസത്തെ ഡിപ്ലോമയൊക്കെ ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ ഇല്ലാന്ന് പറഞ്ഞല്ലോ. അതിന്റെ എന്താണ്? അതൊരിക്കൽ കൂടി പറയാമോ? ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ ഇല്ലാന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. ആ ആള് ചോദിച്ച ചോദ്യം
അൺമ്യൂട്ട് ചെയ്തിട്ട് ആ ചോദ്യം ചോദിക്കൂ, എല്ലാവരും കേൾക്കട്ടെ. ഹലോ, ആരാ ചോദിച്ചത്? സീറ്റി. സാർ, ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ ഇല്ലാന്ന് പറഞ്ഞല്ലോ. ആര് പറഞ്ഞു? അപ്പൊ സാറ് നേരത്തെ പറഞ്ഞായിരുന്നു. ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാന്നാ ഞാൻ പറഞ്ഞത്. അത് ഇന്റർനാഷണൽ സ്കിൽ ഓഫ്, അത് SDCയുടെ സർട്ടിഫിക്കറ്റ് അല്ലേ സാർ? ദേശരാഷ്ട്രത്തിലുള്ള സർട്ടിഫിക്കറ്റ് SDC കാനഡ. അത് SDCയുടെ സർട്ടിഫിക്കറ്റ്. അതാണ് ഇതിന്റെ സംശയം. ആ സംശയം വീണ്ടും വീണ്ടും വരാം. ഞാൻ ഒരിക്കൽ കൂടി പറയാം. സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഓഫ് കാനഡ എന്ന് പറയുന്ന SDC കാനഡ സർട്ടിഫിക്കറ്റിന് ഇന്ത്യൻ എംബസി കിട്ടൂലെന്ന് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായ? നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ പറമ്പിന്റെ ആധാരം തൊട്ടപ്പുറം തോമാസേട്ടന്റെ വീട്ടിലെ പെട്ടിയിൽ ഉണ്ടാവോ? ഉണ്ടാവൂലല്ലോ. നിങ്ങളുടെ വീട്ടിലെ പെട്ടിയിലല്ലേ ഉണ്ടാവുള്ളൂ. ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ കിട്ടുന്നത് ഇന്ത്യയിൽ നിന്നുള്ള സ്ഥാപനങ്ങൾക്കാണ്, ഇന്ത്യയിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റികൾക്ക്, ഇന്ത്യയിൽ നിന്നുള്ള സർട്ടിഫിക്കേഷൻ കൗൺസിലുകൾക്ക്. ആ സർട്ടിഫിക്കറ്റുകൾക്കാണ് ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ ലഭിക്കുന്നത്. മറ്റേത് വിദേശ രാഷ്ട്രത്തിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് അതിന് ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ കിട്ടൂല. കേട്ടോ? ക്ലിയർ? ഓക്കെ. അപ്പൊ PGയുടെ കാര്യം ഞാൻ പറയാം. സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കാര്യം പറയാം. ഈ PGയുടെ കാര്യം പറയാം കേട്ടോ. PGക്ക് ഡിഗ്രി 3 വർഷം പഠിച്ചവർക്ക് കിട്ടും. 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പാസ്സായവർക്ക് ഡിഗ്രി കിട്ടും. പക്ഷെ 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പാസ്സായവരുണ്ട്. പിന്നെ 6 മാസം കൊണ്ട് ഡിഗ്രി എഴുതിയെടുത്തിട്ടുള്ള ആളുകളുണ്ട്. നോർത്ത് ഇന്ത്യയിൽ പെട്ടിക്കട പോലുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അറിയോ? പെട്ടിക്കട പോലെ നമ്മളിവിടെ ഈ നാരങ്ങ വെള്ളവും സർബത്തും മുട്ട പൊഴിഞ്ഞതൊക്കെ വിൽക്കുന്ന പെട്ടിക്കടകളില്ലേ, അതുപോലത്തെ പെട്ടിക്കടകളെ പോലെയാണ് ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി നടക്കുന്നത്. ആ യൂണിവേഴ്സിറ്റികള് ഇതുപോലത്തുള്ള സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾക്ക് സർട്ടിഫിക്കറ്റ് ഒരു ചപ്പടാച്ചി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ആ സർട്ടിഫിക്കറ്റ്, അത്തരം സർട്ടിഫിക്കറ്റുകളുണ്ട്. അത്തരം സ്ഥാപനങ്ങൾ ചെയ്തിട്ടുള്ള കോഴ്സുകൾ ചെയ്തിട്ടുള്ള 6 മാസം ഡിഗ്രി ചെയ്തിട്ടുള്ളവർക്ക് നമ്മുടെ PG കോഴ്സ് ചെയ്യാനായിട്ട് പറ്റൂല. ഓക്കെ, ക്ലിയർ? ശരി, ഇനി എന്താ സംശയം? ചോദിച്ചോളൂ. ഈ SDC എന്താ അതിന്റെ എക്സാമിന് ഫിക്സ് എക്സാം ഒക്കെ ഇല്ലേ സാറേ? സോറി, ഈ മെയിൻ എക്സാം ഇല്ലയോ? മെയിൻ എക്സാമിനൊക്കെ അതിന്റെ ടൈം എത്ര ആയിരിക്കും? അതിനു വേണ്ടി പ്രത്യേകിച്ച് മെയിൻ എക്സാം ഇല്ല. അല്ല, നമ്മുടെ മെയിൻ എക്സാം ഇല്ലേ സാറേ? അതെപ്പോഴായിരിക്കും അല്ലേ? അല്ല, അതിന്റെ ടൈം എത്ര വരും? ടൈം രാവിലെ ആയിരിക്കും. അല്ലല്ല, ടൈം എത്ര സമയം എടുക്കും? അതെ, അത് ഓരോ സമയത്തും സർട്ടിഫിക്കേഷൻ കൗൺസിൽ അതിൽ ഉൾപ്പെടുത്തുന്ന ചോദ്യങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കാറുണ്ട്. എങ്കിലും മാക്സിമം 1 മണിക്കൂറിൽ കൂടുതൽ എക്സാം ഉണ്ടാകാറില്ല. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് 1 മണിക്കൂറിൽ കൂടുതലുള്ള എക്സാമുകൾ ഉണ്ടാകാറില്ല. ചിലപ്പോൾ അത് 50 മിനിറ്റ് ആയിരിക്കും. ഓക്കെ സർ, തിങ്കൾ മുതൽ ശനി വരെയാണോ ക്ലാസ് ടൈം? അല്ല, തിങ്കൾ മുതൽ വെള്ളി വരെ. ടൈം ഒന്ന് പറയാ സാറേ? ഈ ക്ലാസ് സമയം 10:30 മുതൽ 12:30 വരെയാണ് എന്നാണ് എന്റെ അറിവ്. അതിന്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. ക്ലാസ് 10:30 മുതൽ 12:30 വരെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1.5 മണിക്കൂറാണ് സാറേ ക്ലാസ്. അപ്പം 10:30 മുതൽ 12 വരെ ഞാൻ പറയാം. അതെ, 1.5 മണിക്കൂർ ആദ്യത്തെ ഒരു ഭാഗത്താണ് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ ക്ലാസ്സിലോട്ട് നമ്മൾ മാറ്റും. അതെന്താന്ന് വെച്ചാല് സിലബസിൽ ഇല്ലാത്ത കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തരുന്നുണ്ട്. എന്താണെന്ന് അറിയോ? അത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. നിങ്ങളിപ്പോ ഇത് പഠിച്ചു, കോഴ്സ് പഠിച്ചു. PG ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡിപ്ലോമ കോഴ്സ് കഴിയുമ്പോൾ PG ചെയ്യാം. ഓക്കെ, അത് അദ്ദേഹം പറഞ്ഞാൽ മതി. എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് കോഴ്സിനോടൊപ്പം നമ്മുടെ സിലബസിൽ ഇല്ലാത്ത, അയ്യോ ആരൊരാൾ മ്യൂട്ട് ചെയ്യാനുണ്ട്, ഒന്ന് മ്യൂട്ട് ചെയ്ത് വീണ മ്യൂട്ട് അവിടെ ഇല്ലേ? പറഞ്ഞു വന്നത് എവിടെയായിരുന്നു നമ്മള്? പിന്നെ ക്ലാസ് ടൈം ആണോ? ഏതായിരുന്നു പറഞ്ഞു വന്നത്? ഫ്ലോ പോയല്ലോ. ഏതാ പറഞ്ഞു? സിലബസ്. ഓക്കെ, ഞാൻ പറയാം. സിലബസിനകത്ത് ഇല്ലാത്ത 2 ഭാഗങ്ങൾ നിങ്ങൾക്ക് നമ്മൾ തരുന്നുണ്ട്. ഒന്ന് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണ്, രണ്ടാമത്തേത് ഇന്റർവ്യൂ ഗ്രൂമിംഗ് ആണ്. ഓക്കെ,
ഇത് രണ്ടും കൂടി ചേർത്ത് വരുമ്പോൾ നിങ്ങളുടെ സമയക്രമത്തിൽ ചിലപ്പം വ്യത്യാസം വരും. അപ്പൊ അതുകൊണ്ട് അരമണിക്കൂർ കൂടി നിങ്ങൾക്ക് ക്ലാസ്സിന് കൂടുതൽ ഉണ്ടാവും. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഏറ്റവും ലളിതമായിട്ട് പിന്നെ ഇംഗ്ലീഷ് ഒട്ടും അറിയില്ലാത്ത മലയാളം മാത്രം അറിയാവുന്ന ഒരാളെയും സംസാരിപ്പിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇന്ററാക്ട് സെക്ഷൻ നമ്മൾ ഇപ്പൊ ഈ ബാച്ച് തുടങ്ങിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ ബാച്ചുകൾ ഒരു സാധാരണ രീതിയിലുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് മെത്തേഡാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ബാച്ച് തുടങ്ങിയിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഫോർമുല നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചർമാർ 4 പേരാണ് നമുക്ക് ഇംഗ്ലീഷ് ടീച്ചർമാരുള്ളവര്. അവർ 4 പേര് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ആളുകൾ, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇത്. ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്കുള്ള പ്രധാനപ്പെട്ട പ്രശ്നം നമുക്കിതൊക്കെ അറിയാം. എന്താണ് തിരിച്ച് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്ത് തിരിച്ച് പറയണം എന്നുള്ള വൊക്കാബുലറി നമ്മുടെ ഉണ്ടാവില്ല. ഒന്നാമത്തെ പ്രശ്നം. പറഞ്ഞാൽ തെറ്റുമോ എന്നുള്ള ആശങ്കയാണ് രണ്ടാമത്തെ പ്രശ്നം. പറഞ്ഞാൽ തെറ്റുമോ എന്നുള്ള ആശങ്കയാണ് രണ്ടാമത്തെ പ്രശ്നം. ഇത് രണ്ടും മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നെ പോകണം. ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ള ഒരു എക്സർസൈസിൽ കൂടി, അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ, ആ എക്സ്പീരിയൻസിൽ കൂടി കടന്നു പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുക. Is there any special fees for STC Canada certificate? Yes, സർട്ടിഫിക്കറ്റിന് പൈസ എന്ന് പറയാം. അപ്പോ ഇംഗ്ലീഷ് ക്ലാസ് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഇട്ട് തരുന്നുണ്ട്. പ്ലസ് ഇന്റർവ്യൂവിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ മാനറിസം, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ പ്രസന്റേഷൻ, നിങ്ങൾ എങ്ങനെയാണ് കടന്നു പറയേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ ഐ അപ്പിയറൻസ്, നിങ്ങളുടെ ഫേസ് എങ്ങോട്ടേക്കായിട്ടാണ്, നിങ്ങളുടെ കൈകൾ ഏത് പൊസിഷനാണ് വെക്കേണ്ടത്, നിങ്ങളുടെ ജസ്റ്റേഴ്സ്, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ സ്റ്റൈൽ ഓഫ് ടോക്ക്, ഇതെല്ലാം നിങ്ങൾക്ക് ഇന്റർവ്യൂ ഗ്രൂമിംഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അരമണിക്കൂർ കൂടുതൽ നമ്മൾ എടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ നമ്മുടെ STC കാനഡയുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് പൈസ ഉണ്ട്. അത് ഓപ്ഷനാണെന്ന് പറഞ്ഞു. അതെല്ലാവരും വാങ്ങേണ്ട കാര്യമില്ല. വിദേശത്തേക്ക് പോകുമെന്ന് ഉറപ്പുള്ള ആളുകൾ, ഓക്കെ, വിദേശത്തേക്ക് പോകും എന്ന് ഉറപ്പുള്ള ആളുകൾ ആ സർട്ടിഫിക്കറ്റ് മേടിച്ച് വെച്ചേക്കുക. അല്ലെങ്കിൽ ഇപ്പൊ മേടിച്ചില്ലാന്നുണ്ടെങ്കിലും വിദേശത്തേക്ക് പോകാൻ ഒരു ചാൻസ് വരുമ്പോൾ മേടിച്ചാലും മതി. ഡിപ്ലോമക്കാർക്ക് ആ സർട്ടിഫിക്കറ്റിന് 60 CAD വരുന്നത്, 60 കനേഡിയൻ ഡോളറാണ് വരുന്നത്. അതായത് 1200 രൂപ മുതൽ 1500 രൂപ വരെയാണ്. അതിന് പ്രത്യേകം ഫീസ് ഉണ്ട്. ആ ഫീസ് അടച്ചാലേ STC കാനഡയുടെ സർട്ടിഫിക്കറ്റ്, ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി ആ സർട്ടിഫിക്കറ്റ് PG കാർക്കാണെങ്കിൽ 1500 രൂപ മുതൽ 1800 രൂപ വരെ ആയിരിക്കും ആ സർട്ടിഫിക്കറ്റിന്റെ ഇത്. ഇന്റേൺഷിപ്പ് ഞാൻ പറയാം, ഇന്റേൺഷിപ്പിന്റെ കാര്യം പറയാം, ഇന്റേൺഷിപ്പിന്റെയും പ്ലേസ്മെന്റിന്റെയും കാര്യം ഞാൻ പറയാം കേട്ടോ. അപ്പോ അതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള അർത്ഥം. ഇപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും സംശയം തീർന്നിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അടുത്ത ഭാഗം നമുക്ക് ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് 2 കാര്യങ്ങളാണുള്ളത്. 2 കാര്യങ്ങള്. ഒന്നാമത്തേത്, നമ്മള് കേരളത്തിലെയും സൗത്ത് ഇന്ത്യയിലെയും മോസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റൽസ്, ബഹുഭൂരിപക്ഷം വരുന്ന എല്ലാ ഹോസ്പിറ്റലുകളുടെയും HR ഡിപ്പാർട്ട്മെന്റിന്റെ ഡാറ്റ നമ്മൾ എടുത്തിട്ടുണ്ട്, നമ്മുടെ കൈവശമുണ്ട്, നമ്മുടെ ഡാറ്റ ബാങ്കിലുണ്ട്. എന്താണ് HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്? ഒരു ഹോസ്പിറ്റലിലോട്ട് മിസ്സായി പോയത് റെക്കോർഡ് ക്ലാസ് അറിയാതായിരിക്കും, അതിൽ നോക്കി കാണുക കേട്ടോ. ഈ HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നതാണ്, അവരാണ് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിനെ, മനുഷ്യ വിഭവ ശേഷിയെ റിക്രൂട്ട് ചെയ്യുന്നത്. ആ റിക്രൂട്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണത്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൽ ID നിങ്ങൾക്ക് തരും എല്ലാ ഹോസ്പിറ്റലുകളുടെയും. അപ്പോ നിങ്ങൾക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത്, നിങ്ങളുടെ വീടിന്റെ ഏറ്റവും ചുറ്റളവിൽ, ഏറ്റവും അടുത്ത ചുറ്റളവിൽ, നിങ്ങൾക്ക് ഏറ്റവും ഈസി ആക്സസ് ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക. അവിടെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് കിട്ടും. ഇന്റേൺഷിപ്പ് ഹോസ്പിറ്റലുകാർക്ക് തരുന്നതിന് ഭയങ്കര സന്തോഷമാണ്. എന്താണ് സന്തോഷം എന്നറിയോ ആർക്കെങ്കിലും? ഇന്റേൺഷിപ്പ് തരാനായിട്ട് സന്തോഷമാണ്. എന്താ കാരണം അറിയാമോ ആർക്കെങ്കിലും? സാലറി കൊടുക്കണ്ട. അതാണ്. യെസ്, നമ്മുടെ ഫ്രണ്ട്സ് സിനിമയിൽ ജഗതി പറയുന്നുണ്ട്, മുകേഷിനെയും ശ്രീനിവാസനെയും
ജയറാമിനെയും കിട്ടി. എന്തായിട്ട് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനി ആയിട്ട് കിട്ടി. അതുപോലെ ശമ്പളം കൊടുക്കാതെ പണിയെടുപ്പിക്കാൻ കിട്ടുന്ന ലേബറാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഹോസ്പിറ്റലിൽ കിട്ടും. അതേ വേണ്ടിയിട്ട് ഓഫർ ലെറ്റർ, ഇന്റേൺഷിപ്പിന് ആവശ്യമായിട്ടുള്ള ഓഫർ ലെറ്റർ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് തരുന്നതാണ്. ഒന്ന്. രണ്ടാമത്തേത്, നമ്മുടെ ഒരു പ്ലേസ്മെന്റ് സെല്ല് പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്ലേസ്മെന്റ് സെല്ല് നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന എൻക്വയറീസുമായി ബന്ധപ്പെട്ടും പ്ലസ് നമ്മുടെ പ്ലേസ്മെന്റ് സെല്ല് കണ്ടെത്തുന്ന കുറെ വേക്കൻസീസ് ഉണ്ട്. അത് നിങ്ങൾ ഓരോരുത്തർക്കും അതാത് സമയത്ത് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് അതിന്റെ അപ്ഡേഷൻസ് തരുന്നതാണ്. ഒരൊറ്റ സെക്കൻഡ് ഓക്കെ. അപ്പോ പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കാര്യം ഇതാണ്. ഒന്ന് ഇതാണ്. അതിൽ തന്നെ ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട്, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഈ വലിയ ഫീസ് വാങ്ങുന്ന ചില സ്ഥാപനങ്ങളുണ്ടല്ലോ. ഇപ്പോ രഞ്ജിത്ത്, ഇവിടെ സ്ക്രീനിൽ കാണുന്ന ഒരു പേരാണ് രഞ്ജിത്ത്. ആ സ്ഥാപനത്തിലോട്ട് ഞാനിങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ചേരാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട്. ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ എന്ന് പറഞ്ഞാൽ അവർ ആദ്യം പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കണേ. അവര് പറയുന്നത് നമ്മുടെ കോഴ്സിന്റെ ഫീസ് ഇത്രയാണ്, കോഴ്സ് 6 മാസമാണ്, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% പ്ലേസ്മെന്റ്. ഓക്കെ, 100% പ്ലേസ്മെന്റ് എന്നാണ് പറയുന്നത്. ഞങ്ങൾ പറയുന്നത് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നാണ്. എന്താണ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് തമ്മിലുള്ള വ്യത്യാസം? പ്ലേസ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് 100% ജോലി കിട്ടും, ആര് റെഡിയാക്കി തരും? അവര് റെഡിയാക്കി തരും എന്നാണ്. ആ പറയുന്നതിൽ ഒരു കപടത ഇല്ലേ? ഒരു ഫ്രോഡിന്റെ പരിപാടിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ രഞ്ജിത്ത് ഫോൺ ചെയ്യുന്ന രഞ്ജിത്തിനെ കുറിച്ച് അവർക്ക് ഒരു ചുക്കും അറിയൂല. രഞ്ജിത്തിന്റെ ബ്രില്യൻസി എന്താണെന്ന് അറിയില്ല. രഞ്ജിത്തിന്റെ പെർഫോമൻസ് കപ്പാസിറ്റി എന്താണെന്ന് അറിയില്ല. രഞ്ജിത്തിന്റെ അക്കാദമിക് മികവ് എന്താണെന്ന് അറിയില്ല. ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു വിദ്യാർത്ഥിയോട് അഡ്മിഷന് വേണ്ടിയിട്ട് 6000 രൂപ, 10000 രൂപ, 7000 രൂപ അടച്ചോ, നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ഉറപ്പാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റുമോ? അവര് ചെയ്യുന്ന കാര്യം എന്താ? അവര് നിങ്ങൾക്ക് ഇന്റർവ്യൂ നടക്കുന്ന ഹോസ്പിറ്റലിൽ ഇന്ന സ്ഥലത്ത് ഇന്റർവ്യൂ നടക്കുന്നു, ആ കാര്യം അവരെ അറിയിക്കുകയാണ്. ഇന്ന സ്ഥലത്ത് ഒഴിവുണ്ട്, നിങ്ങൾ അങ്ങോട്ടേക്ക് CV അയച്ചു എന്ന് പറയാണ്. അവർക്ക് നിങ്ങളോടൊപ്പം വരാൻ പറ്റുന്നത് എവിടെ വരെയാണെന്നറിയോ? ആ ഹോസ്പിറ്റലിന്റെ ഇന്റർവ്യൂ റൂമിന്റെ പടിവാതിൽ വരെ മാത്രം വരാൻ പറ്റുള്ളൂ. വാതിൽ തുറന്ന് നിങ്ങൾ കയറണം അതിനകത്തോട്ട്. അവിടെ വരെ ഡോർ സ്റ്റെപ്പ് വരെ അവർക്ക് വരാൻ കൂടെ. ഡോർ സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികളാണ് അതിന്റെ അകത്ത് കയറി പെർഫോം ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു ഫ്രോഡിന്റെ പരിപാടിയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവർ ചെയ്യുന്ന അറിയാൻ തന്നെ നമ്മളും ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ അതിനെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് തന്നെ വിശേഷിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്റർവ്യൂ നടക്കുന്നത്, ഒഴിവുകൾ നമ്മുടെ പ്ലേസ്മെന്റ് സെല്ല് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യും. നിങ്ങൾ അങ്ങോട്ടേക്ക് CV അയക്കുക, ഇന്റർവ്യൂവിൽ നിങ്ങളെ കോൾ ഫോർ ചെയ്യും. അവിടെ ഇന്റർവ്യൂവിൽ നിങ്ങളുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. ആ പെർഫോമൻസ് മികച്ചതാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇന്റർവ്യൂ ഗ്രൂമിംഗ് തരുന്നത്. ഓക്കെ, എനിക്ക് അടുത്ത ഒരു ലൈവ് ക്ലാസ്സിൽ 12:30 കയറേണ്ടതുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഇനി എന്തെന്നുണ്ടെങ്കിൽ ഒറ്റ ഡൗട്ട് കൂടി ചോദിച്ചോട്ടെ സാർ. അസൈൻമെന്റ്സ് ആണോ? അസൈൻമെന്റ്സ് ഉണ്ടോ സാറേ? അസൈൻമെന്റ്സ് വളരെ കുറച്ച് അസൈൻമെന്റ്സ് ഉണ്ട്, കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ശരി, അടുത്തത് കോൺവെക്കേഷൻ സർട്ടിഫിക്കേഷൻ സെറിമണി ഉണ്ടാവുമോ സാർ? യെസ്, അത് പ്രധാനപ്പെട്ട ജോലിയാണ്. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ കോൺവെക്കേഷൻ സെറിമണി എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. നമുക്കൊരു അഭിമാനാർഹമായിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു പഠിച്ച് കഷ്ടപ്പെട്ട് ഈ ദുരിതങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഭർത്താവിന്റെയും വീട്ടുകാരുടെ ഒക്കെ വാങ്ങിയൊക്കെ ഇത് ഫൈറ്റ് ചെയ്തിട്ട് പഠിക്കുന്നത് ഒത്തിരുന്നു. ഓക്കെ, അതൊക്കെ പഠിച്ചിട്ട് ഒരു വേദി കയറിയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. പക്ഷെ ഈ ബാച്ചിനകത്തുള്ള ഭൂരിപക്ഷം സ്റ്റുഡൻസ് കോൺവെക്കേഷൻ സെറിമണിക്ക് പങ്കെടുക്കാൻ തയ്യാറാണെങ്കിൽ സ്മാർട്ട് സ്ക്രീൻ നിങ്ങളൊപ്പം ഉണ്ടാവും, കോൺവെക്കേഷൻ സെറിമണി നടത്തും. എന്നാൽ ആദ്യം പറയുന്ന ആവേശമൊന്നും അവസാനം പലരും കാണിക്കാറില്ല എന്നാണ് നമ്മുടെ ഒരു അനുഭവം. ഓക്കെ, ഞങ്ങൾ തയ്യാറാണോ? ഞങ്ങൾ തയ്യാറാ കോൺവെക്കേഷൻ സെറിമണി നടത്താനായിട്ട്. നമുക്ക് ചെയ്യാം, സൂപ്പറായിട്ട് ചെയ്യാം. ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണ്? യോ നല്ല കാര്യം. അപ്പൊ അത് വലിയ കാര്യമാണ്. നിങ്ങളുടെ രോമാഞ്ചമുളകിലാവുന്ന ഇതൊക്കെ വാങ്ങുമ്പോൾ കറുത്ത ഹാറ്റോ കുപ്പായോ കോൺവെക്കേഷൻ യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുമ്പോഴേ അതൊരു കൊണ്ടോ പറയും. സാർ, ഈ പരീക്ഷ OMR ടൈപ്പല്ലേ സാർ? അത് ഡിപ്ലോമയും PG ഒക്കെ ഒരു ടൈപ്പാണോ എക്സാം നടക്കുന്നത്?
ഞാൻ എക്സാമിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിന് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. ആ റെക്കോർഡ് ക്ലാസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ കിട്ടൂട്ടാ. ഞാനത് 2-3 വട്ടം പറഞ്ഞതാണ് ദേവി കൃഷ്ണ. ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തന്ന ഫോൺ നമ്പറിൽ 9235 സമയത്തിന്റെ ഒരു പരിമിതി കൊണ്ടാണ് അടുത്തൊരു ലൈവ് ക്ലാസ് കൂടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പോ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏറെക്കുറെ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഓൺലൈൻ പഠിക്കാൻ സെറിമണി അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇന്ന് മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലാസ് 29-ാം തീയതി രാവിലെ കൃത്യം 10:30 നമ്മളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്. എല്ലാ മാനേജരങ്ങളും പങ്കെടുക്കുക. ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ കൃത്യമായിട്ടുള്ള ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം, ചോദിക്കാം. എത്ര രാത്രിയായാലും ഒരു ബുദ്ധിമുട്ടില്ല. ആ നമ്പർ അവൈലബിൾ ആയിരിക്കും കേട്ടോ. നാളെ ക്ലാസ് ഇല്ല. അതേപോലെ ക്ലാസ് ആരംഭിക്കുന്നത് 29th കേട്ടോ. ഓക്കെ. അപ്പൊ താങ്ക് യു ഓൾ ഓഫ് യു. ബൈ ബൈ. Thank you, sir. Thank you so much, sir. Thank you, 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 sir.